സർവമഹത്വത്തിനും എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനായ സർവശക്തനായ ദൈവത്തിന് ഇന്ന് രാത്രി എല്ലാ സ്തുതി സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി ദൈവത്തിന്റെ വിശുദ്ധ വചനവുമായി നിങ്ങളുടെ മധ്യം നിൽക്കുവാൻ വലിയവനായ ദൈവം എന്റെ ജീവിതത്തിൽ നൽകിയ വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ പരിമിതമായ സാഹചര്യങ്ങളുടെ നടുവിൽ ഇത്രയും മനോഹരമായ നിലയിൽ ദേശത്ത് ജനത്തിന് ദൈവവചന കേൾവിക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയ പ്രിയപ്പെട്ട എല്ലാ ദൈവദാസന്മാരെയും ഞാൻ അഭിനന്ദിക്കുകയും ഈ പ്രയത്നങ്ങൾ ദൈവസന്നിധിയിൽ ഫലപൂർണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ബ്ലസ് പാലക്കാട് എന്ന അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ സംഘടനയുടെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന പാസ്റ്റർ പി ഐ സെബാസ്റ്റ്യൻ, വേദിയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ പാസ്റ്റർ, സദസ്യരുടെ ഇടയിൽ അനുഗ്രഹീതരായ അനേകം കർത്തൃദാസന്മാരുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ബ്ലസ് പാലക്കാട് ടീമിനോട് ചേർന്ന് വർഷങ്ങളായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ദേശത്ത് ഇങ്ങനെ ഒരു സുവിശേഷ യോഗത്തിന് വേണ്ട ഉത്സാഹം കാണിച്ച, അതിനുവേണ്ടി ദിവസങ്ങളായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരനും കൂട്ടുവേലക്കാരനുമായ ഈ ദേശക്കാരനായ പാസ്റ്റർ ഷിജു വർഗീസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. താൻ ജനിച്ചു വളർന്ന ഈ ദേശത്ത് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കപ്പെടണമെന്നും ഈ ദേശനിവാസികൾ ഒരിക്കൽ കൂടെ ദൈവശബ്ദം കേൾക്കണമെന്നുള്ള ആഴമായ ആഗ്രഹമാണ് ആ ദൈവദാസനെ ഇങ്ങനെ ഒരു ശുശ്രൂഷകൾ ക്രമീകരിക്കുന്നതിന് പ്രേരിപ്പിച്ചത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവത്തിന്റെ ദാസനായ പത്രോസ്ലേഹയെ ഒരു പരിശുദ്ധാത്മ നിയോഗപ്രകാരം കൊർന്നല്യോസ് എന്ന റോമൻ ശതാധിപൻ ഒരു ദൈവദൂത ദർശനത്തിന്റെ അനന്തരഫലമായി തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് ദൈവത്തിന്റെ വചനം കേൾക്കാൻ ഉത്സാഹിച്ച ഒരു ചരിത്രം വിശുദ്ധ ബൈബിളിലെ നടപടികളുടെ പുസ്തകം അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം. ആ മനുഷ്യന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും പരാമർശിക്കുകയുണ്ടായി. വളരെ ദൈവഭക്തനായ ഒരു മനുഷ്യൻ, ധാരാളം ദാനധർമ്മം ചെയ്യുന്ന ഒരു മനുഷ്യൻ, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, തന്റെ സകല കുടുംബത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ. എല്ലാം നല്ല ക്വാളിറ്റികളാണ് അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുള്ളത് എന്ന് മാത്രമല്ല, അദ്ദേഹം യഹൂദന്മാരുടെ സകല ജാതികളാലും നല്ല സാക്ഷ്യം കൈക്കൊണ്ട ഒരു മനുഷ്യനായിരുന്നുവെന്നും അദ്ദേഹത്തെ കുറിച്ച് ജനത്തിന് നല്ല മതിപ്പായിരുന്നുവെന്നും ആ അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം. ആ മനുഷ്യന്റെ ആ നല്ല മനസ്സിനെ മാനിച്ച ദൈവം ഒരിക്കൽ അദ്ദേഹത്തിന് ദൈവദൂതന്റെ ഒരു സന്ദർശനം അയച്ച് കൊർന്നല്യോസിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നീ പത്രോസ് എന്ന പേരുള്ള ആ മനുഷ്യനെ വിളിച്ചുകൊണ്ടുവന്ന് നീയും നിന്റെ ഗ്രഹവും രക്ഷ പ്രാപിപ്പാനുള്ള ദൂത് കേൾക്കണമെന്ന് ദൈവം ആ മനുഷ്യനോട് സംസാരിച്ചു. അതനുസരിച്ച് കൊർന്നല്യോസ് ദൈവഭക്തനായ പടയാളിയെയും മറ്റു ചില ആളുകളെയും പത്രോസിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരാൻ അദ്ദേഹമുള്ള സ്ഥലത്തേക്ക് ആ ആളെ അയക്കുന്നു. പത്രോസിലേക്ക് ദൈവം ഒരു വിശേഷ ദർശനം നൽകി തന്റെ അടുക്കൽ വരുന്ന ആളുകൾ ദൈവത്താൽ അയക്കപ്പെട്ടവരാണെന്ന ബോധ്യം നൽകി അവരുടെ കൂടെ പോകാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ പത്രോസ് എന്ന ഒരു സുവിശേഷകൻ, ഒരു ദൈവദാസൻ, കൊർന്നല്യോസ് എന്ന റോമൻ സൈന്യത്തിലെ ഒരു കമാൻഡിംഗ് ഓഫീസറായ കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പത്രോസിന്റെ ഹൃദയം വളരെ സന്തോഷിച്ചു. എന്താ കാര്യമെന്നറിയാമോ? അവിടെ കയറി വന്നപ്പോ നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഇങ്ങനെയാണ്. കൊർന്നല്യോസ്, അദ്ദേഹത്തിനാണ് ദൈവദർശനം ഉണ്ടായത്. അദ്ദേഹത്തോടാണ് ദൈവം പറഞ്ഞത്, നീ പത്രോസിനെ വിളിച്ചു വരുത്തി സുവിശേഷം കേൾക്കണം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ദൂതുണ്ടായപ്പോ പത്രോസിനെ വിളിക്കാൻ ആളുകളെ അയച്ചിട്ട് കൊർന്നല്യോസ് ചെയ്തൊരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അവൻ തന്നെ സ്നേഹിതരെയും ചാർച്ചക്കാരെയും തനിക്കുള്ളവരെയൊക്കെയും ആ വീട്ടിൽ വിളിച്ചു വരുത്തി. ഇത് സുവിശേഷം അകത്ത് കടന്ന ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ ഒരു സ്വഭാവമാണ്. സത്യത്തിൽ പത്രോസ് എന്നൊരു ദൈവദാസൻ തന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്നും ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവന്റെ പക്കലുണ്ടെന്നും താനും തന്നെ ഗ്രഹവും രക്ഷിക്കപ്പെടാനുള്ള വചനം പറയാനാണ് അദ്ദേഹം വരുന്നതെന്നും കൊർന്നല്യോസിന് അറിയാമായിരിക്കെ
കൊർന്നല്യോസ് ചെയ്ത ഒരു കാര്യം, ആ സത്യം താൻ മാത്രം അറിഞ്ഞാൽ പോരാ, തന്റെ പ്രിയപ്പെട്ടവരും സ്നേഹിതരും ചാർച്ചക്കാരും കൂടെ ഈ സത്യം അറിയണമെന്ന നിർബന്ധം അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ നമ്മൾ കാണുകയാണ്. ഞാനിത് പറഞ്ഞത് സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചിട്ടുള്ള എല്ലാ ദൈവമക്കളുടെയും ഹൃദയത്തിലെ ആഗ്രഹമാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ രക്തബന്ധങ്ങൾ, ഞങ്ങളുടെ സ്നേഹിതർ, ഞങ്ങളുടെ അയൽക്കാർ, ഞങ്ങളുടെ പരിചയക്കാർ ഈ സത്യം അറിയണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ആത്മീയ സമ്മേളനങ്ങൾക്കും സംരംഭങ്ങൾക്കും ഞങ്ങൾ തയ്യാറാകുന്നത്. ഈ ദേശത്തോടുള്ള പ്രിയപ്പെട്ട ദൈവമക്കളുടെ സ്നേഹവും ഈ ഒരു യോഗത്തിന് പിന്നിൽ ഇങ്ങനെ ഒരു ക്രമീകരണങ്ങൾക്ക് കാരണമായി എന്നതിൽ ഞാൻ അധികം സന്തോഷിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ വന്നു ചേർന്ന ദൈവമക്കളായ എല്ലാവരെയും ദേശനിവാസികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ കേൾവിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത, ഈ വചനം പറയുന്നവൻ അനുഗ്രഹിക്കപ്പെടുമെന്നും ഇത് കേൾക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുമെന്നും വിശുദ്ധ വചനം നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദേശനിവാസികൾ, എന്റെ മുൻപിൽ ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല, ഈ ഉച്ചഭാഷണിയിലൂടെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ നാട്ടുകാരോടും സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണിത്. സാധാരണഗതിയിൽ ഒരല്പസമയം ഇവിടെ പ്രസംഗിക്കപ്പെടുന്ന പങ്കുവെക്കുന്ന ദൈവവചനം ശ്രദ്ധിക്കുന്നതിന് സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയെ സ്നേഹത്തോടെ ഞാൻ ചോദിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം ഇന്ന് ലോകത്ത് ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ്. യേശു ക്രിസ്തുവിന്റെ നാമം ലോകത്തിൽ ഇന്ന് ഉയർത്തപ്പെടുന്നതിൽ ഏറ്റവും മഹത്വമുള്ള നാമമാണ്. ഒരിക്കൽ വില്യം ഷേക്സ്പിയർ എന്ന വിഖ്യാതനായ സാഹിത്യകാരൻ ചോദിച്ച ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിച്ചു, വാട്ട് ഈസ് ഇൻ എ നെയിം? ഒരു പേരിനകത്ത് എന്തിരിക്കുന്നു? അദ്ദേഹം അത് ചോദിക്കാൻ കാര്യം ഇതാണ്, ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള എല്ലാ ക്രൈസ്തവരും എല്ലാ ക്രൈസ്തവ പ്രസംഗികളും ഒരൊറ്റ നാമത്തെയാണ് ഉയർത്തുന്നത്. ഇന്ന് രാത്രി ലക്ഷോപലക്ഷം വിശുദ്ധന്മാർ ആരാധിക്കുന്ന ആയിരം സുവിശേഷകന്മാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ സത്യം പ്രസംഗിക്കുമ്പോൾ ഈ ഗ്രാമത്തിൽ ഞങ്ങൾക്കും ഈ ഒരു നാമമല്ലാതെ മറ്റൊരു നാമം ഇവിടെ ഉയർത്താനില്ല. അപ്പോ വില്യം ഷേക്സ്പിയറിന് ന്യായമായ ഒരു സംശയം. അദ്ദേഹം ചോദിച്ചു, വാട്ട് ഈസ് ഇൻ എ നെയിം? ഒരു പേരിനകത്ത് എന്തിരിക്കുന്നു? എന്തിനാണ് ആളുകൾ ഈ ഒരു പേര് മാത്രം ഇങ്ങനെ പ്രസംഗിക്കുന്നത്, ഇങ്ങനെ ഉയർത്തുന്നത്? അത് കേട്ട ഒരു വന്ധ്യവയോധികനായ മനുഷ്യൻ അതിന് നൽകിയ മറുപടി, എവറിത്തിങ് ഈസ് ദേർ ഇഫ് ഇറ്റ് ഈസ് ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അദ്ദേഹം പറഞ്ഞു, ഷേക്സ്പിയറെ, താങ്കൾക്ക് അറിയത്തില്ലെങ്കിൽ ഒരു കാര്യം പറയാം. എന്തുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്തു എന്ന നിത്യസത്യത്തെ, ആ മഹത്വമുള്ള നാമത്തെ എല്ലാ തലമുറകളിലും എല്ലാ ദേശങ്ങളിലും എല്ലാ ജനതകളുടെ ഇടയിലും പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, എല്ലാം ആ നാമത്തിലുണ്ട്. അത് യേശുവിന്റെ നാമമാണെങ്കിൽ ഇന്ന് രാത്രി ആ സത്യം മനസ്സിലാക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? നിങ്ങൾ പാപമോചനം അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പാപമോചനമുണ്ട്. നിങ്ങൾ രോഗസൗഖ്യം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യമുണ്ട്. നിങ്ങൾ പൈശാചിക ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രതീക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അതിന്മേൽ ജയമുണ്ട്. പ്രിയപ്പെട്ടവരെ, പാപമോചനവും മാനസാന്തരവും അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് നൽകാൻ കഴിയുന്ന ഏക നാമമാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന യേശുക്രിസ്തുവിന്റെ നാമം. അതുകൊണ്ടാണ് ആ മനുഷ്യൻ പറഞ്ഞത്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, എന്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിപ്പീൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന് നിങ്ങൾക്ക് കിട്ടും. എന്റെ നാമത്തിൽ അപേക്ഷിപ്പീൻ, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകും. ആ നാമത്തിൽ ആത്മരക്ഷയുണ്ട്. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട രക്ഷയ്ക്കുള്ള ഏകനാമം യേശുവിന്റെ നാമമാണ്. മാനസാന്തരമുണ്ട്, പാപമോചനമുണ്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളുമുണ്ട്. പൈശാചിക ശക്തികളുടെ മേൽ ആ നാമത്തിന് അധികാരമുണ്ട്. ആ നാമത്തിന് രക്ഷിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയും ജീവിതത്തിലില്ല. ഇന്ന് രാത്രി ഞങ്ങൾ അതുകൊണ്ട് അഭിമാനത്തോടെ ഈ ദേശത്തും ആ വലിയ നാമത്തെ ഉയർത്തുന്നു. സ്നേഹിതരെ, ഈ ദേശത്തിന്റെ പ്രതീക്ഷ ക്രിസ്തു എന്ന മഹത്വമുള്ള നാമത്തിലാണ്. അതുകൊണ്ടാണ് ഈ ഉച്ചഭാഷണിയിലൂടെ ഞങ്ങൾ ഈ ദേശത്തോട് പങ്കുവെക്കാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ഈ നാട്ടിൽ സുവിശേഷത്തെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്നെനിക്കറിയാം.
നിങ്ങളുടെ എല്ലാവരുടെയും സജീവ ശ്രദ്ധ വിശുദ്ധ വചനത്തിലെ ഒരു വാക്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ വചനം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ധന്യനായ പൗലോസ്ലീഹ തിമോഥെയോസ് എന്ന തന്റെ വാത്സല്യ ശിഷ്യനായ ഒരു കർത്തൃദാസന് എഴുതിയ ലേഖനം, അതിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. 1 തിമോഥെയോസ് 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഈ പരിജ്ഞാനം എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നതായ ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ. ഒരു വാചകം ശ്രദ്ധിക്കുക. പൗലോസ്ലീഹ താൻ ജീവിതകാലം മുഴുവൻ പ്രസംഗിച്ച ഒരു സത്യത്തെ, നിങ്ങൾക്കറിയാം, പൗലോസിന്റെ ജീവിതം എക്കാലത്തുമുള്ള ആളുകൾക്ക് ഒരു വലിയ ആഹ്വാനമാണ്. ഇന്നും ഞങ്ങളെ സുവിശേഷമായി ഈ പരിസര സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോ ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സുഹൃത്ത് വന്ന് മൈക്കാലൊക്കെ കയറി പിടിച്ചു. ഇതിവിടെ വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേൾക്കാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഞങ്ങൾക്കിതൊന്നും ഒരു പുത്തരിയായ കാര്യമല്ല. കാരണം ഇത് ഞങ്ങൾ പ്രസംഗം തുടങ്ങിയ കാലം മുതൽ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സത്യമാണ്. എന്നാൽ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് കാണുന്ന ഏത് മത തീവ്രവാദിയേക്കാൾ, ഏത് മതവാദിയേക്കാൾ ആഗ്രഗണ്യനായ ഒരു മത തീവ്രവാദിയായിരുന്നു പൗലോസ് എന്ന മനുഷ്യൻ. നിങ്ങൾക്കറിയാം, ലോകത്ത് ഇന്ന് ഉള്ള മതങ്ങളിൽ ഏറ്റവും പുരാതനത്വം അവകാശപ്പെടാൻ കഴിയുന്നതും അപ്പോൾ തന്നെ മതനിഷ്ഠയിൽ തെല്ലും അണിവിട വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു മതമാണ് യഹൂദ മതം. ഇന്നും നിങ്ങൾക്കറിയാം, ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധ ഇസ്രായേൽ പലസ്തീൻ പ്രദേശങ്ങളിലാണ് എന്നത് നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ്. സ്ത്രീകരെ, പുരാതനത്വം കൊണ്ടും മതനിഷ്ഠ കൊണ്ടും ലോകത്തിലെ മറ്റേതൊരു മതത്തെക്കാൾ മികച്ചു നിൽക്കുമെന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ പൗരാണികത്വവും പഴക്കതടക്കവും പറയാൻ കഴിയുന്ന ഒരു മതത്തിന്റെ ഏറ്റവും വലിയ തീവ്രവാദ ആശയഗതികളെ പിൻപറ്റുന്ന ആളുകളുടെ ഗണത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ സ്വന്തം ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ. യഹൂദ മതത്തിന്റെ ഏറ്റവും വലിയ തീഷ്ണ വിഭാഗമായ പരീശന്മാരുടെ സംഘത്തിലെ ഒരംഗം. അക്കാലത്ത് ഏറ്റവും വലിയ മത അധ്യാപകനായി പരിഗണിച്ചിരുന്ന ഗമാലിയേൽ എന്ന വിഖ്യാതനായ മതഗുരുവിന്റെ കാൽക്കലിരുന്നു കൊണ്ട് ന്യായപ്രമാണം അണുവിട തെറ്റാതെ പഠിച്ച ഒരു മഹാജ്ഞാനി എന്ന് മാത്രമല്ല, ഇതിന്റെയൊക്കെ കൂടെ അക്കാലത്തെ പുരാതന ലോകത്തിലെ ഏറ്റവും വലിയ അഭിമാനമായി കരുതിയ റോമൻ പൗരത്വത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗം. ഇതൊക്കെയായിരുന്ന മനുഷ്യൻ ക്രിസ്തുമാർഗത്തെ തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ ക്രൈസ്തവ സഭാചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയുടെ ജന്മം നൽകിയതും ഈ മനുഷ്യന്റെ ഒത്താശയോടെയാണ് എന്ന് സഭാചരിത്രം പഠിക്കുന്ന ആളുകൾക്കറിയാം. ഇന്ന് ലോകത്ത് ഏതാണ്ട് 12 കോടിയിലധികം ക്രൈസ്തവ രക്തസാക്ഷികളുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ക്രൈസ്തവ രക്തസാക്ഷിക്ക് ജന്മം നൽകാൻ അവരുടെ എതിരാളികൾക്ക്, അവരെ കൊല്ലാൻ കൂട്ടുനിന്നവർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത് തന്റെ മതത്തോടുള്ള ആഴമായ സ്നേഹം നിമിത്തം ഇതര മതങ്ങളെ വെറുക്കുന്ന മനസ്സിന്റെ ഉടമയായി ജീവിച്ച പൗലോസ് എന്ന ഈ മത തീവ്രവാദി. നിങ്ങൾക്കറിയാം സ്നേഹിതരെ, പക്ഷെ ഒരു ദിവസം തന്റെ എല്ലാ ചിന്താഗതികളെയും തട്ടി അകറ്റിക്കൊണ്ട് താൻ ആർക്കെതിരെയാണോ പ്രസംഗിച്ചത്, ആർക്കെതിരെയാണോ പടവാൾ ഉയർത്തിയത്, ആർക്കെതിരെയാണോ മഹാപുരോഹിതന്മാരുടെ ഒത്താശയോടെ അവൻ ജനത്തെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്, ആ മാർഗത്തിന്റെ ഉടയവൻ അവനോട് വ്യക്തിപരമായി ഇടപെട്ട ഒരു സന്ദർഭമുണ്ട്. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ഏതെതിർക്കുന്നവരെയും സ്നേഹം കൊണ്ട് രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഉലകം കണ്ട ഏറ്റവും മഹത്തായ വ്യക്തിത്വത്തെയാണ് ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുന്നത്. വെറുപ്പിന്റെ കളികയില്ലാതെ വെറുക്കുന്നവരെയും മാറോട് ചേർത്ത് പിടിക്കാൻ മനസ്സുള്ള ഒരു മഹത്വപൂർണനായ ക്രിസ്തു. പൗലോസ് ഒരിക്കൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ ഇന്നത്തെ ഡമാസ്കസ് പട്ടണത്തിലേക്ക് യാത്ര ചെയ്തു പോകുമ്പോൾ നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന ഒരു വലിയ വെളിച്ചം അവന് ചുറ്റും വീശി. മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം അവന്റെ കയ്യിലുണ്ട്. വാഹനമൃഗത്തിന്റെ പുറത്തുനിന്ന് താഴെ വീണു.
അവനൊരു കാര്യം മനസ്സിലായി, സൂര്യനെ സൃഷ്ടിച്ച ദൈവം സൂര്യപ്രകാശത്തെക്കാൾ പ്രകാശവാനായ ഒരു ദൈവമാണ്. ആ ദൈവത്തിന്റെ സന്ദർശനം അവന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോ നിങ്ങൾ അറിയണം സ്നേഹിതരെ, അതുവരെ താൻ എതിർത്ത ആശയഗതിയെ അന്ന് മുതൽ മാർവോട് ചേർത്ത് പിടിക്കാൻ, ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഇടയായി എന്ന് മാത്രമല്ല, ചരിത്രം പരിശോധിച്ചു നോക്കുക. താൻ ആരെ കൊന്നൊടുക്കണമെന്ന് തീരുമാനിച്ചോ ആ മാർഗത്തിനു വേണ്ടി ഒടുവിൽ രക്തം ചിന്തി മരിച്ച ഒരു രക്തസാക്ഷിയായി ചരിത്രം പൗലോസിനെ ചൂണ്ടിക്കാണിക്കുമ്പോ ഞങ്ങൾ ഇന്ന് രാത്രി ദേശത്തോട് പറയുന്നു, തെറ്റിദ്ധാരണ കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ഈ മാർഗത്തെ ആരെങ്കിലും വെറുക്കുന്നെങ്കിൽ നിങ്ങളെ ദൈവം വെറുക്കുന്നില്ല. നിങ്ങളെയും ഇന്ന് രാത്രി യേശു സ്നേഹിക്കുന്നുണ്ട്. കാരണം അവന്റെ സത്യം നിങ്ങൾ അറിയണമെന്ന് അവരാഗ്രഹമുണ്ട്. വെറുക്കുന്നവരെയെല്ലാം വെറുക്കുന്നവരല്ല ക്രിസ്തു. സ്കൂളിൽ പഠിച്ച കാലത്ത് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ പാഠപുസ്തകത്തിൽ ഉണ്ടോ എന്നറിഞ്ഞുകൂടാ. മഹാനായ നെപ്പോളിയൻ ബോണപ്പാർട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അസാധ്യമായത് എന്ന് ഒന്ന് എന്റെ നിഘണ്ടുവിലില്ല എന്നാണ് നെപ്പോളിയൻ പറഞ്ഞത്. അസാധ്യമായതൊന്ന്. പക്ഷേ നിങ്ങൾക്കറിയാമോ, അദ്ദേഹം ശത്രു സൈന്യവുമായുള്ള യുദ്ധത്തിൽ പിടിക്കപ്പെട്ടു. സെയിന്റ് ഹെലീന ദ്വീപിൽ ഒരു തടവുകാരനായി കുറെ നാൾ കിടക്കേണ്ടി വന്നു. അസാധ്യമായതൊന്നുമില്ലെന്ന് പറഞ്ഞവർ മനസ്സിലായി അസാധ്യമായത് പലതുണ്ട്. ശത്രുക്കളാൽ പിടിക്കപ്പെട്ട തടവിൽ സെയിന്റ് ഹെലീന ദ്വീപിൽ കിടക്കുമ്പോൾ അവിടെ വെച്ച് നെപ്പോളിയൻ മറ്റൊരു പ്രസ്താവന നടത്തി. അതെന്താണെന്നറിയാമോ? ഞാനും ചാർലി ബെയിലും എല്ലാ രാജ്യസന്ദർശന്മാരും യുദ്ധവീരന്മാരും ഞങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് ഞങ്ങൾ ലോകത്തെ കീഴ്പ്പെടുത്തി. എന്നാൽ ഒരുവരെ എനിക്കറിയാം, ഒരായുധവും എടുക്കാതെ സ്നേഹം കൊണ്ട് മാത്രം മനുഷ്യവർഗത്തെ സ്വാധീനിച്ച ഒരുവരെ ഞാൻ ചരിത്രത്തിൽ കണ്ടു. അദ്ദേഹം ചേർത്ത് പറഞ്ഞൊരു വാചകം കൂടെ ഉണ്ട്. ഞങ്ങൾ ആയുധം കൊണ്ട് കീഴ്പ്പെടുത്തിയവരൊക്കെയും അവസരം കിട്ടിയപ്പോ ഞങ്ങൾക്കെതിരായി തിരിഞ്ഞു. പക്ഷെ സ്നേഹം കൊണ്ട് അവൻ രൂപാന്തരപ്പെടുത്തിയ ഓരോരുത്തയാള് പോലും അവന്റെ സ്നേഹത്തെ വിട്ടുപോകാൻ തയ്യാറാകാതെ അവന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നത് ഞാൻ എന്റെ കണ്ണുകളിൽ കാണുന്നു. അതാണ് ഈ മാർഗത്തിന്റെ പ്രത്യേകത. തോക്കുചൂണ്ടി പടവാളൂരി ആരെയും മതം മാറ്റിയാൽ ആ മതം മാറ്റത്തിന് ഒരർത്ഥവുമില്ല. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ആയുധപരത്തിൽ വളർത്തപ്പെട്ട ഒരു മാർഗത്തെയല്ല, ആയുധങ്ങളെ പരാജയപ്പെടുത്തിയ സ്നേഹത്തിന്റെ ഒരു മാർഗത്തെയാണ്. ഇന്ന് രാത്രി സ്നേഹിതരെ, യേശുക്രിസ്തുവിന്റെ സ്നേഹം ആ മനുഷ്യരെ രൂപാന്തരപ്പെടുത്തിയപ്പോൾ അതിനുവേണ്ടി മരിക്കാനും അദ്ദേഹം തയ്യാറായി. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ അറിഞ്ഞ ഈ സത്യം ഞങ്ങളുടെ സ്നേഹിതര് പലരും അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എതിർക്കുന്ന പലരും ഞങ്ങൾ പ്രസംഗിക്കുന്നതിനേക്കാൾ ആവേശത്തോടെ ഈ സത്യം ലോകത്തോട് വിളിച്ചു പറയുമായിരുന്നു. കാരണം ഇത് അത്രയും ആഴമായി മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു മാർഗമാണ്. അപ്പോൾ ആ പൗലോസ് എന്ന മനുഷ്യൻ, സെയിന്റ് പോൾ, വിശുദ്ധനായ പൗലോസ് എന്ന പിൽക്കാലത്ത് ചരിത്രമറിഞ്ഞ ഈ മനുഷ്യൻ, അദ്ദേഹം കണ്ടെത്തിയ സത്യത്തെ പിൽക്കാലത്ത് ജീവിതകാലം മുഴുവനും അനേകം അടികളും ഉപദ്രവങ്ങളും പീഡനങ്ങളും കഠിന ത്യാഗവും സഹിച്ച് പ്രസംഗിച്ച സന്ദേശത്തെ അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വാക്യമാണ് ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചത്. ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷം. എല്ലാവരും ആ വാചകം ഒന്ന് മനസ്സിൽ കുറിച്ചിട്ട് കൊള്ളുക. ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷം. സ്തോത്രം. ഗ്ലോറിയസ് ഗോസ്പൽ ഓഫ് ദ ബ്ലെസ്സഡ് ഗോഡ്. ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷം. ഞാനിന്ന് രാത്രി ഈ ദേശത്തോട് അല്പസമയം അതുമായി ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് സുവിശേഷം? എന്താണ് അതിന്റെ മഹത്വം? പലപ്പോഴും സുവിശേഷം എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് പലർക്കും അസ്വസ്ഥത ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു,
ലോകത്ത് ഒരുപാട് വിശേഷങ്ങളുണ്ട്, പക്ഷേ സുവിശേഷം ഒറ്റ ഒന്നേ ഉള്ളൂ. അത് ഈ രാത്രി ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന യേശുവിന്റെ ജീവിതവും അവിടുത്തെ ഉപദേശവും അവിടുത്തെ ജനന മരണ പുനരുത്ഥാനത്തിലൂടെ സമ്പാദിച്ച മനുഷ്യന്റെ ആത്മരക്ഷയുടെ സന്ദേശമാണ്. അതല്ലാതെ മറ്റൊന്നിനെയും ഉലകത്തിൽ സുവിശേഷമെന്ന പദം കൊണ്ട് നിർവചിക്കാനാവില്ല. നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചാൽ അറിയാം സുവിശേഷം എന്താണ് ആ സന്ദേശം. പ്രിയപ്പെട്ടവരെ, പൗലോസിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ എന്താണ് സുവിശേഷത്തിന്റെ മഹത്വം? ഞാൻ 2-3 കാര്യങ്ങൾ സമയപരിധിയിൽ നിങ്ങളോട് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്ന 3 വാക്യങ്ങളുണ്ട്. റോമാലേഖനം 15:20, റോമാലേഖനം 1:15, 1:16, 3 വാക്യങ്ങളിൽ പൗലോസ് ആ സുവിശേഷത്തെ കുറിച്ച് തന്റെ മനോഭാവം വ്യക്തമാക്കിയിട്ടുണ്ട്. റോമർ 15:20 അദ്ദേഹം പറയുന്നത്, അല്ല പോലെ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. Thus I aspire to preach the gospel. ഞാൻ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ ആരെങ്കിലും സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുന്നവരുണ്ടെങ്കിൽ, ഇതിന് പറയാൻ നിങ്ങൾക്ക് മാനക്കേട് തോന്നുന്നുണ്ടെങ്കിൽ, ഇതൊരു അപമാനമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ എല്ലാം മാതൃകാ പുരുഷരായി പരിഗണിക്കുന്ന ക്രൈസ്തവ സഭയുടെ അഭിമാനമായി ഏതൊരു ഉയർത്താൻ കഴിയുന്ന മഹത്വമുള്ള വ്യക്തിത്വം പൗലോസ് പറയുന്നു, I aspire to preach the gospel. യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിന് എനിക്ക് അഭിമാനമുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾ അഭിമാനത്തോടെ പ്രസംഗിക്കുന്നു. ചേറ്റുകുഴിയിൽ പാപത്തിന്റെ നീർക്കയത്തിലകപ്പെട്ട് നീരാളി പിടുത്തത്തിലകപ്പെട്ട് ഒരാശയ്ക്കും വക നൽകാൻ ആർക്കും കഴിയാതിരുന്ന നിത്യ നരകത്തിന്റെ ആടുകളായി എണ്ണപ്പെട്ടിരുന്ന ഞങ്ങളാക്കിയ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കരങ്ങൾ ഉയർത്തി അകത്ത് അഭിമാന ബോധമുള്ളവർ ഒന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. നീതിരെ, ഇത് മാനക്കേടുള്ളൊരു മാർഗമല്ല, ഇത് മാനക്കേടുള്ളൊരു സന്ദേശമല്ല, അഭിമാനത്തോടെ പ്രസംഗിക്കേണ്ട സന്ദേശമാണ്. 2 റോമാലേഖനം 1:15 അദ്ദേഹം പറയുന്നു, എനിക്ക് I am eager to preach the gospel. സുവിശേഷം അറിയിപ്പാൻ ഞാൻ എന്നാൽ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. ശ്രദ്ധിക്കണം, അദ്ദേഹം പറയാണ് എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എന്തിന്? സുവിശേഷം പ്രസംഗിക്കാൻ. കാരണം എന്താണ്? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഭൂമുഖത്ത് ജനിച്ചു വളർന്ന സകല മനുഷ്യരും കേൾക്കേണ്ട ഒരു സന്ദേശമാണ് സുവിശേഷം. അതുകൊണ്ട് അദ്ദേഹം റോമാലേഖനത്തിൽ റോമക്കാരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് കടക്കാരനാണ്. ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുന്ന കാര്യത്തിൽ ഞാനൊരു കടക്കാരനാണ്. ആ കടം വീട്ടുന്നത് വരെ അദ്ദേഹത്തിന് ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ടുള്ള ദൈവമക്കളോട് ഇന്ന് രാത്രി ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഈ സുവിശേഷം നിങ്ങളുടെ കുടുംബത്തിന്റെ ചരിത്രം മാറ്റിയെന്ന് നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ, ഈ സുവിശേഷമാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് സമാധാനം അനുഭവിക്കുന്നതിന് കാരണമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഈ സുവിശേഷമാണ് നിങ്ങളുടെ തലമുറകളെ മാനിച്ചതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഇത് പ്രസംഗിക്കാൻ അഭിമാനിക്കണം. ഇത് അറിയിക്കുന്നതിന് ഒരാവേശം ദൈവമക്കളുടെ ഉള്ളിലുണ്ടാകണം. എനിക്ക് 3 മക്കളാ. എന്റെ മൂത്ത മകള് ഉടുപ്പിയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ റെയിൽവേ ട്രെയിൻ കയറ്റി വിട്ട് ഷൊർണൂരിൽ നിന്ന്, ഇന്ന് ഞാൻ പാലക്കാടാ, ട്രെയിൻ കയറ്റി വിട്ടിട്ട് രാത്രിയിൽ ഒരു 12 മണിയൊക്കെ ആയപ്പോ ഞാൻ എന്റെ വാഹനത്തിൽ തിരിച്ചു വരികയാണ്. എന്റെ ഇളയ മക്കൾ എന്റെ കൂടെ വണ്ടിക്കകത്തുണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് പെരുമഴയുള്ള ഒരു ദിവസം, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിചയമുള്ളവർക്കറിയാം, ഇപ്പൊ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, ഒത്തിരി പരിഷ്കാരമൊക്കെ വന്നിട്ടുണ്ട്. അവിടെയുള്ള സകല കടകളുടെയും റോഡിലൂടെ ഒഴുകുന്ന മാലിന്യങ്ങളുടെയും ഒരു കേന്ദ്രമായ റെയിൽവേ സ്റ്റേഷൻ പരിസരം, റോഡും പരിസരവും അങ്ങേയറ്റം മലീമസമായി കിടക്കുന്ന
വൃത്തിഹീനമായി കിടക്കുന്ന ആ തിരുവോരത്ത്, ആ റോഡിൽ, ആ വെള്ളത്തിൽ കുറെ മനുഷ്യർ കിടക്കുന്നു. രാത്രി 12 മണി കഴിഞ്ഞു. മദ്യപാനത്തിന്റെ ബാക്കി പത്രങ്ങളായി കുടിച്ച മദ്യം സിരകളിലൂടെ ഒഴുകിയപ്പോ സ്ഥലകാലബോധം മറന്ന് ആ മലിനജലത്തിൽ ഒരു കൂട്ടം ആളുകൾ കിടന്ന് വല്ലാതെ വിരളുകയാണ്, വല്ലാതെ അസ്വസ്ഥപ്പെടുകയാണ്. എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവർ ചിലരുണ്ട്, വീണുപോകുന്നു. ചിലർക്ക് അല്പം അസ്ത്രമേ ഉള്ളൂ. ചില ആളുകൾ തീർത്തും സുബോധമില്ലാതെ കിടക്കുകയാണ്. ഞാൻ ഒരു നിമിഷം എന്റെ വാഹനം അവിടെ നിർത്തി. എന്റെ അന്ന് ചെറിയ മക്കളാ. ഞാൻ ആ മക്കളോട് പറഞ്ഞു, നോക്ക്, ഈ കിടക്കുന്നതൊക്കെ നിങ്ങളുടെ പപ്പയെ പോലെ, നിങ്ങളുടെ പപ്പയെ പോലുള്ള മനുഷ്യരാണ്. ഈ കിടക്കുന്ന ആളുകൾക്കും വീട്ടിൽ ഭാര്യയുണ്ട്, അവർക്കും മക്കളുണ്ട്. അവരും കാത്തിരിക്കുകയാണ് അപ്പൻ എപ്പോഴെങ്കിലും വരും എന്ന ചിന്തയിൽ ഞാൻ ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞ, മക്കളെ, ഇങ്ങനെയൊക്കെ ജീവിച്ച് അവസാനിക്കേണ്ട ഒരു കുടുംബമായിരുന്നു നമ്മുടെ കുടുംബം. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് അന്തസ്സായി ജീവിക്കാൻ കഴിയുമെങ്കിൽ, നല്ല വിദ്യാഭ്യാസം കിട്ടിയെങ്കിൽ, നല്ല ആഹാരം കിട്ടിയെങ്കിൽ, ഒരു രാത്രി പോലും ഭയം കൂടാതെ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുമെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, നിങ്ങളുടെ അപ്പൻ പ്രസംഗിച്ച സുവിശേഷം. ഞാൻ ഇന്ന് രാത്രി എന്റെ തലമുറയോട് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, നമ്മളാക്കിയത് ഈ സന്ദേശമാണെങ്കിൽ എന്ത് വില കൊടുത്തും ദേശത്തോട് ഈ സത്യം പറയാൻ നമുക്ക് കടപ്പാടുണ്ട്. ഒക്കെ അനുഭവിച്ച ഒരു തലമുറ ഇവിടെയുണ്ട്. ഇന്നത്തെ പല പിള്ളേർക്കും ഇതൊന്നും ഒരുപക്ഷെ മനസ്സിലാക്കണമെന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ മദ്യപാനത്തിന്റെയും മയക്കുമരുന്നുകളുടെയും മാദകപാപ ലഹരികളുടെയും അഴുക്കുചാലിലൂടെ ഒഴുകി ഒരു ലക്ഷ്യബോധമില്ലാതെ ജീവിച്ച ഇന്നലകൾ. എന്നോട് ചില ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് സ്ത്രീകൾ കൂടുതൽ വരുന്നത്? ഇന്ന് രാത്രി ഒരു ചെറിയ അപവാദമുണ്ട്. ഇവിടെ വന്നിട്ടുള്ളത് കൂടുതൽ പുരുഷന്മാരാണ്. ഈ പ്രദേശത്തിന്റെ ഒരു നന്മ ഞാൻ അതിനകത്തും കാണുന്നു. വെരി ഗുഡ്. സഹോദരന്മാര് വന്നല്ലോ. എന്നാൽ പൊതുവെ നമ്മുടെ പ്രാർത്ഥനയെന്നല്ല, നിങ്ങൾ ഏത് പള്ളിയിൽ ചെന്നാലും, പ്രത്യേകിച്ച് നമ്മുടെ വേർപെട്ട കൂട്ടായ്മകളിൽ കൂടുതലും സ്ത്രീകളാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത്. എന്തായിരിക്കും കാര്യമെന്ന് ചിന്തിച്ചിട്ടുണ്ട്? ഒരിക്കലും ഒരു പുള്ളി എന്നോട് ചോദിച്ചു, അതിന്റെ കാര്യം അത് വേറെ കൊളുത്ത് വെച്ച് ചോദിച്ചതാണ്. പക്ഷെ ഞാൻ പുള്ളിയോട് പറഞ്ഞൊരു കാര്യം, പൊന്നു സഹോദരന്മാരെ, നിങ്ങളോട് തന്നെ ചോദിക്കുക എന്നാ കാര്യമൊന്നും. ഈ ഭർത്താവിന്റെ മദ്യപാനവും മക്കളുടെ വഴിപിഴച്ച ജീവിതവും തകർന്ന കുടുംബ ബന്ധങ്ങളുടെ സകല തകർച്ചകൾ ഉള്ളിൽ ഏറ്റുവാങ്ങി ഒറ്റ രാത്രി പോലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാതെ, ഒരു ദിവസം പോലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത ആ സാധുക്കൾ ക്രിസ്തു എന്ന നിത്യ സത്യത്തെ, സമാധാനത്തിന്റെ നായകരെ കണ്ടെത്തിയപ്പോ അവർക്ക് യേശുവിനോടുള്ള സ്നേഹം മറച്ചുവെക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവർ മറ്റെന്ത് വില കൊടുത്തു, എന്ത് ത്യാഗം സഹിച്ചു ഈ ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്ന് രാത്രി സ്നേഹിതരെ, സഹോദരി സഹോദരന്മാരെ, ഒരു കാലത്ത് സ്വസ്ഥതയില്ലാത്ത നമ്മുടെ കുടുംബങ്ങളെ ഇന്ന് സ്വസ്ഥതയുള്ളതാക്കി മാറ്റിയത് സുവിശേഷത്തിന്റെ സാന്നിധ്യമാണെങ്കിൽ, പൗലോസിനോട് ചേർന്ന് നമുക്കും പറയാം, ഞാനിത് അറിയിക്കാൻ ഉത്സാഹിക്കുന്നു, ഞാനിത് അറിയിക്കാൻ ഉത്സാഹിക്കുന്നു. രണ്ടാമത്തെ പ്രയോഗം. മൂന്നാമത്തെ പ്രയോഗം 1:16 വാക്യമാണ്, റോമാലേഖനം. അവിടെ എഴുതിയിരിക്കുന്നത്, For I am not ashamed of the gospel. എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. ഇന്ന് രാത്രി സുവിശേഷ യോഗത്തിന് വന്നിട്ട് അഭിമാനത്തോടെ കരുത്തിലെ വേദപുസ്തകം കൊണ്ടുവന്നവർ ആ പുസ്തകം ഒന്ന് ഉയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റുമോ? ആ വേദപുസ്തകം കൊണ്ടുവന്നവർ ആ പുസ്തകം ഒന്ന് ഉയർത്തി. എന്റെ കയ്യിലുണ്ട് ആ പുസ്തകം. ഇത് എനിക്ക് കേവലം ഒരു അലങ്കാരമല്ല, ഇതെന്റെ ജീവിതത്തിന്റെ അഭിമാനമാണ്. കാരണം എന്താണെന്നറിയാവും? ദൈവത്തിന് സ്തോത്രം. ഈ സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഇവിടുത്തെ സകല കാലഹരണപ്പെട്ട പുസ്തകങ്ങൾക്കും ഒരു കാലപരിധി ഉണ്ടെങ്കിൽ കാലങ്ങളെ അതിജീവിച്ച് നിലകൊള്ളുന്ന, യുഗങ്ങൾക്കപ്പുറത്തേക്ക് നിലകൊള്ളുന്ന, അസത്യത്തിന് കണികയില്ലാത്ത സത്യം മാത്രം രേഖപ്പെടുത്തിയ സർവശക്തനായ ദൈവത്തിന്റെ സുവിശേഷം എനിക്ക് ലജ്ജിക്കാൻ ഒരു കാരണവുമില്ലാത്ത സന്ദേശമാണ് ഈ പുസ്തകം, സുവിശേഷം. അത് നമ്മുടെ ജീവിതത്തിന്റെ അഭിമാനമാണ്. ഞാൻ ആ ഭാഗം കൂടുന്നു. പൗലോസ് എന്ന മനുഷ്യന് സുവിശേഷത്തോടുള്ള താല്പര്യത്തെ സൂചിപ്പിക്കുന്ന 3 വാക്കുകൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുവെന്ന് മാത്രം. എന്താണ് ഈ മനുഷ്യൻ പറയുന്നത്? എന്താണ് സുവിശേഷത്തിന്റെ മഹത്വം? ഗ്ലോറി ഓഫ് ദ ഗോസ്പൽ. എന്താണ് സത്യത്തിന്റെ സുവിശേഷത്തിന്റെ മഹത്വം? 1-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് തന്നെയുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാവൂ?
ഇത് ധന്യനായ ദൈവത്തിന്റെ സുവിശേഷമാണ്. സുവിശേഷം ആരുടേതാണ്? ഞങ്ങൾ ഈ സുവിശേഷ ലിഖിലേക്കൊക്കെ ആയി വീടുകളിലൊക്കെ പോകുമ്പോ ചില ആളുകളെ ഞങ്ങളോട് പറയാറുണ്ട്, നിങ്ങളുടെ സുവിശേഷം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ സുവിശേഷം ഉണ്ട്. അത് അറിവില്ലായ്മ കൊണ്ടാന്ന് ഞങ്ങൾക്കറിയാം. സത്യസുവിശേഷം ആരുടെയും കുത്തകയല്ല. ഒരാളെ ഇപ്പം നിങ്ങൾ പറയാനിരിക്കട്ടെ, ഒരു പോസ്റ്റ്മാന്റെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സന്ദേശമോ വന്നെന്നിരിക്കട്ടെ, അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സന്ദേശമോ വന്നെന്നിരിക്കട്ടെ, നിങ്ങൾ ആ പോസ്റ്റ്മാനെ അതിന്റെ പേരിൽ ഒരുപാടങ്ങ് കൂടുതൽ സ്നേഹിക്കുമോ? അദ്ദേഹത്തെ കൂടുതൽ വെറുത്തിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഈ സന്ദേശം അദ്ദേഹത്തിൻ്റെതല്ല. അദ്ദേഹം ഒരു സന്ദേശം നിങ്ങളുടെ പക്കൽ എത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി സുവിശേഷം പ്രസംഗിക്കുന്ന ഞങ്ങളോട് നാട്ടുകാർക്ക് പിണക്ക് തോന്നിയാലും ഞങ്ങൾക്ക് പ്രയാസമില്ല. കാരണം ഇതെന്റെ സുവിശേഷമല്ല, ഇതെന്നെ ഭരമേൽപ്പിച്ച് അത്യുന്നതനായ ദൈവത്തിന്റെ സന്ദേശമാണ്. ഇന്ന് രാത്രി സ്നേഹിതരെ, എല്ലാ സുവിശേഷത്തിന്റെ മഹത്വം മനുഷ്യനിർമ്മിത ഉപദേശങ്ങൾ പ്രസംഗിച്ചും കേട്ടും മനസ്സുമെടുത്ത മനുഷ്യരോട് ദൈവത്തിന്റെ സന്ദേശം സുവിശേഷത്തിലൂടെ ദൈവം പങ്കുവെക്കുകയാണ്. അത് പ്രസംഗിക്കാൻ എളിയവരായ ഞങ്ങളെയൊക്കെ ദൈവം കാലാകാലങ്ങളിൽ തെരഞ്ഞെടുത്തതേ ഉള്ളൂ. ഞങ്ങളെ കൈകാര്യം ചെയ്യുന്ന സുവിശേഷം ഞങ്ങളുടെ സുവിശേഷമല്ല, അത് ദൈവത്തിന്റെ സുവിശേഷം. നിങ്ങളെ ദൈവദിനം ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. 1 തിമോഥെയോസ് 1:11 നമ്മളത് വായിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 2:2-8 വാക്യങ്ങളിലും പൗലോസ് അതേ കാര്യം പറയുന്നു. ഞങ്ങൾ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ധൈര്യപ്പെട്ടിരിക്കുന്നു. ആരുടെ സുവിശേഷം? ദൈവത്തിന്റെ സുവിശേഷം. മാന്യ സ്നേഹിതരെ, ദേശനിവാസികളെ, ഒരു സുവിശേഷകനെ കാണുമ്പോൾ നിങ്ങൾ വെറുത്തിട്ട് കാര്യമില്ല. ഒരു സുവിശേഷകനെ കാണുമ്പോൾ അസ്വസ്ഥത തോന്നിയിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ കരത്തിലെടുത്തിരിക്കുന്ന ഈ സന്ദേശം അയാളുടെ വീട്ടുകാരുടെ സന്ദേശമല്ല, അയാൾ പടച്ചുണ്ടാക്കിയ സന്ദേശമല്ല. തലമുറയായി അപ്പോസ്തലന്മാർ മുതൽ ഇന്ന് വരെ ഈ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവജനത്തെ സ്നേഹിക്കുന്ന മനുഷ്യർ ലോകത്തോട് പ്രസംഗിക്കാൻ ദൈവം വരവേൽപ്പിച്ച ഒരു സന്ദേശവാഹകനാണ്, ഒരു സുവിശേഷകൻ. അവനെ നിങ്ങൾ സ്നേഹിച്ചാലും അവനെ നിങ്ങൾ എതിർത്താലും ഇത് അയാളുടെ വിഷയമല്ല. കാരണം ഇത് വരമേൽപ്പിച്ച ദൈവം ഞങ്ങളോട് പറഞ്ഞു, ലോകത്തിന്റെ അറുതി വരെ പോയി ഇത് പ്രസംഗിക്കണം. ചിലപ്പോഴൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, ഇത് എന്തിനാ ഞങ്ങളുടെ എടുക്കുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ആളുകൾ ഉള്ളിടത്ത് പറഞ്ഞാൽ പോരെ? അല്ല, അത് തെറ്റിപ്പോയത് കൊണ്ടാണ്. യേശു തന്റെ ദൗത്യം ഇഹലോകത്തിലെ പൂർത്തീകരിച്ച് തുടർ ദൗത്യം ശിഷ്യഗണങ്ങളെ ഏൽപ്പിച്ച് കടന്നു പോകുമ്പോ അവിടെ മരളി ചെയ്ത വാചകം ഓർമ്മയില്ലേ? നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളോടും ഈ സന്ദേശം പങ്കുവെക്കണം. ഇന്ന് രാത്രി ഈ കൊച്ചു ഗ്രൗണ്ടിൽ, ഈ ഗ്രാമത്തിൽ ഞങ്ങൾ ഈ സന്ദേശം ഉയർത്തുന്നത് മഹാനിയോഗം നൽകിയ സഭയുടെ നാഥന്റെ കൽപ്പന ലംഘിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഞങ്ങൾ ദേശത്തോട് ഈ സത്യം വിളിച്ചു പറയുന്നു. സ്നേഹിതരെ, ഈ സുവിശേഷം ദൈവത്തിന്റെ സന്ദേശമാണ്, ദൈവത്തിന്റെ സന്ദേശം. അതുകൊണ്ട് ഞാൻ സാധാരണ പറയാറുണ്ട്, 2 കാര്യം ശ്രദ്ധിക്കണം. 2 കാര്യം. ഒന്ന്, പ്രസംഗിക്കുന്നവർ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഇത് എന്റെ സുവിശേഷമാണെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ പറയാം, എനിക്ക് ഇഷ്ടം പോലെ പ്രസംഗിക്കാം. എന്റേതാണ്, എനിക്ക് എന്റെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാം. എന്നാൽ ഇത് ദൈവത്തിന്റെ സന്ദേശമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇത് പ്രസംഗിക്കുന്നവൻ ദൈവത്തോടുള്ള ഭയവും ബഹുമാനവും ആദരവോടെയും മാത്രമേ ഇത് കൈകാര്യം ചെയ്യാവൂ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങളുടെ സുവിശേഷം അബദ്ധത്തിൽ നിന്നോ വ്യാജത്തിൽ നിന്നോ വന്നതല്ല, ഇത് ദൈവം ഞങ്ങളെ ഭരമേൽപ്പിച്ചത് ഞങ്ങൾ പ്രസംഗിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് നവീന ഉപദേശങ്ങൾ, പുതിയ ഉപദേശങ്ങൾ, വ്യാജ സുവിശേഷങ്ങൾ പ്രസംഗിക്കപ്പെടുന്ന ഒരു കാലമാണിത്. ഞങ്ങൾ ഇന്ന് രാത്രി പറയുന്നു, സ്നേഹിത, ഒരു സുവിശേഷം സത്യമാണോ ഇല്ലയോ എന്നറിയാൻ 1-2 മാർഗം ഞാൻ പറയാം. ഒന്ന്, ഇത് യേശു പ്രസംഗിച്ചതുപോലെ പ്രസംഗിക്കുന്നെങ്കിൽ, സ്ലീഹന്മാർ പ്രസംഗിച്ച സത്യം പ്രസംഗിക്കുന്നെങ്കിൽ ആ സുവിശേഷം ശ്ലൈഹികമാണ്, സത്യമാണ്. അതിന് വിപരീതമായി എത്ര വലിയവൻ പ്രസംഗിച്ചാലും അവൻ വിപരീത സുവിശേഷകനാണ്. ഇത് തിരിച്ചറിയണം. പൗലോസ് അതിനെ കുറിച്ച് പറഞ്ഞില്ലേ ഗലാത്യ ലേഖനത്തിൽ? ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ഇറങ്ങി വന്ന് നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. എന്താ സത്യസുവിശേഷം? യേശുക്രിസ്തു എന്ന
ഏക സത്യ ദൈവത്തെ ഉയർത്തുന്ന മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഏക രക്ഷാമാർഗമേ ഉള്ളൂ. അത് 33 തിരുവയസ്സിൽ മനുഷ്യവർഗത്തിന് വേണ്ടി കാരിരുമ്പാണികളാൽ കൈകാലുകൾ ഏൽപ്പിച്ചു കൊടുത്ത് ആമേൻ മുൾക്കിരീടം ധരിച്ച് മുഖത്ത് തുപ്പലും നിന്നയും സഹിച്ച് മുഖരോമങ്ങൾ ആളുകൾ വിരോധികൾ കൂട്ടി പിഴുതു പറിച്ച് ആ മുഖരൂപം ആമേൻ വികൃതമാക്കിയ ചാട്ടവാറുകൾ കൊണ്ട് അടിച്ച് തകർക്കപ്പെട്ട ശരീരത്തിന്റെ ഉടമയായി പ്രിയപ്പെട്ടവരെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി തുളയ്ക്കപ്പെട്ട എന്റെ യേശു എന്ന നിത്യ സത്യത്തെ ജീവിതത്തിൽ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ആ മഹത്വമുള്ളവന് ഉയർത്തുന്ന ഒരു സുവിശേഷവും വ്യാജ സുവിശേഷമല്ല. ഇതിന് വിപരീതമായി ആരെങ്കിലും പറഞ്ഞു ഒന്നോടെ ഞാൻ പറയുന്നു, ക്രിസ്തുയേശു ലോകത്തിലേക്ക് വന്നത് തിമോഥെയോസിന്റെ 1-ാം ലേഖനം 15-ാം വാക്യം പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിനും സകല മനുഷ്യരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. യേശുക്രിസ്തുവിന്റെ ഇഹലോകത്തിലേക്കുള്ള ആഗമനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം പാപികളുടെ രക്ഷയാണെന്നും മനുഷ്യന്റെ ആത്മരക്ഷയാണ് സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ കാതലെന്നും തിരിച്ചറിയാതെ അതിനു പകരം കേവലം രോഗശാന്തിയും അതിനു പകരം കേവലം സാമ്പത്തിക നേട്ടങ്ങളും ഭൗതിക ഉയർച്ചകളും വാഗ്ദാനം ചെയ്ത് ക്രിസ്തുവിലേക്ക് ആരെങ്കിലും നിങ്ങളെ വിളിച്ചാൽ ആ സുവിശേഷം സത്യ സുവിശേഷമല്ല, മറിച്ച് ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉലകത്തിലെ മുഴുവൻ ധനവും കെടുത്താലും ഉലകത്തിലെ സകല നദികളിലെ വെള്ളം കൊണ്ട് കഴുകിയാലും ഉലകത്തിലെ സകല മഹാരവന്മാരും എത്ര സദ്ഭാഷണം നടത്തിയാലും രൂപാന്തരപ്പെടുത്താൻ കഴിയാത്ത മനുഷ്യന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ രക്ഷിക്കാൻ യേശു എന്ന ആ നിത്യ സത്യമേ ഉള്ളൂ എന്ന മഹത്തായ സത്യം. അതിന് വിപരീതമായി ആര് പ്രസംഗിച്ചാലും അത് മറ്റൊരു സുവിശേഷമാണ്. അതുകൊണ്ട് പ്രസംഗിക്കുന്നവർക്ക് ശ്രദ്ധിക്കേണ്ടതിന് അത് പറഞ്ഞു ഞാൻ നിർത്തുന്നു. എന്താണ് ഇത്? ഇഷ്ടമുള്ളതുപോലെയും ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടിയും കയ്യടി കിട്ടാൻ വേണ്ടിയും പോപ്പുലാരിറ്റിക്ക് വേണ്ടിയും പ്രസംഗിക്കുന്നതാകരുത് സുവിശേഷം. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ കേൾവിക്കാരുടെ ആത്മരക്ഷയാകണം നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഇന്ന് രാത്രി ക്രിസ്തുവിലൂടെ സുവിശേഷത്തിലൂടെ ആ സത്യം ഗ്രഹിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി അതിന് രണ്ടാമത്തെ വശമുണ്ട്. ഇത് ദൈവത്തിന്റെ സുവിശേഷമായതുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്കിത് ധൈര്യത്തോടെ പ്രസംഗിക്കാം. എന്താണെന്നറിയാമോ കാര്യം? ഈ സന്ദേശത്തിന്റെ ഉടമസ്ഥൻ ദൈവമാണ്. ഞങ്ങൾ ഈ കൊച്ചുവേദിയിൽ നിന്നുകൊണ്ട് യേശുവേത് പാപികളെ രക്ഷിക്കുമെന്ന് പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്ന് അകപ്പെട്ട സകല പാപത്തിന്റെ അമിക്കയറുകളെ മറുത്തു മാറ്റി നിനക്ക് സ്വാതന്ത്ര്യം തരാൻ ക്രിസ്തുവിന് കഴിയുമെന്ന് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിന്നെ ബാധിച്ചിട്ടുള്ള മാരക രോഗങ്ങളുടെ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സൗഖ്യം ഉണ്ടാകുമെന്ന് സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇന്ന് രാത്രി അന്ധകാര ശക്തികളിൽ നിന്ന് യേശു നിന്നെ സ്വതന്ത്രമാക്കുമെന്ന് ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പുണ്ട്. ആ സന്ദേശം ആരുടേതാണോ ആ വചനം ഉറപ്പിക്കാൻ ആ മഹാദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അവന്റെ സാന്നിധ്യം അറിയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. അവന്റെ വചനം നമ്മൾ വിളിച്ചു പറയുമ്പോൾ അത് നിവർത്തിക്കാൻ വചനത്തിന്റെ ഉടമസ്ഥൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. സ്തോത്രം. തിരിച്ചറിയണം സഹോദരങ്ങളെ, ഇത് ദൈവത്തിന്റെ വചനമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പത്ര കട്ടിങ് മനോരമയിൽ നിന്ന് എടുത്തു വെച്ചത് എന്റെ കയ്യിലിരിക്കും. ഒരു വാഹനാപകടത്തിൽ 23 വർഷമായി ശരീരം തളർന്ന ഒരു സ്ത്രീ ഇംഗ്ലണ്ടിലാണ്. ഡെയിലി മിറർ എന്ന് പറയുന്ന പ്രസിദ്ധമായ പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ മലയാള പരിഭാഷയാണ്. മനോരമക്കാരെങ്ങനെ അത് കൊടുത്തെന്ന് എനിക്കറിയത്തില്ല. സാധാരണഗതിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ പൊതുവെ കൊടുക്കാറില്ല. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാർത്ത, നാഥാൻ മോറിസ് എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ ഒരു സ്ഥലത്ത് നടത്തിയ സുവിശേഷ യോഗത്തിൽ 23 വർഷമായി വാഹനാപകടത്തെ തുടർന്ന് ശരീരത്തിന്റെ ചലനം നഷ്ടപ്പെട്ടു പോയ സ്ത്രീയെ ഒരു സ്ട്രെച്ചറിൽ ആളുകൾ ആ യോഗത്തിൽ കൊണ്ടുവന്നു. ധാരാളം ആളുകൾ കൂടിയൊരു യോഗമാണ്. ഏറ്റവും പുറകിൽ അവളെ കൊണ്ടുവന്നിരുത്തി. മുമ്പിലേക്കൊന്നും കൊണ്ടുവരാൻ കഴിയുമായിരുന്നില്ല. അവൾ അവിടെ ഇരുന്നു കൊണ്ട് ഈ ദൈവദാസൻ പറഞ്ഞ വചനം
യേശുക്രിസ്തുവിന് അസാധ്യമായതൊന്നുമില്ലെന്ന്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പാപമോചനത്തോടൊപ്പം രോഗശാന്തിയും സംഭവിക്കുമെന്ന ദൈവവചനത്തിന്റെ സത്യം അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ വളരെ ദൂരെ വലിയ ആൾക്കൂട്ടത്തിന്റെ പുറകിൽ ഒരു സ്ട്രക്ചറിൽ കിടക്കുന്ന ആ സ്ത്രീക്ക് അകത്ത് വിശ്വാസം, ആ വചനം വിശ്വാസമായി പരിണമിച്ചു. ആമേൻ. ഞാൻ പറയുന്ന ഈ കാര്യം ഇന്ന് രാത്രി ആമേൻ ഞാൻ തെളിവുകളുടെ മുമ്പാകെ വിളിച്ചു പറയുന്നു. ആ വിശ്വാസം അവളുടെ അകത്ത് വന്നപ്പോ അവള് പറഞ്ഞു, ആമേൻ, യേശുക്രിസ്തുവിന് അന്നത് കഴിഞ്ഞാൽ ഇന്ന് എന്റെ യേശുവിനത് കഴിയുമെങ്കിൽ, ഇന്ന് ഈ പറയുന്നത് സത്യമാണെങ്കിൽ ആ ക്രിസ്തുവിന്റെ ജീവൻ എന്റെ ജീവിതത്തിലേക്ക്, നിർജീവ ശരീരത്തിലേക്ക് വ്യാപരിക്കുമെങ്കിൽ അത് ഞാൻ അവൻ വേഗത്തോടെ, സത്യം വേഗത്തോടെ ഞാൻ വിളിച്ചു പറയാം. അധികത്തെ മിനിറ്റുകൾ എടുത്തില്ല, നിമിഷങ്ങൾക്കുള്ളിൽ വിശ്വാസമായി വ്യാപരിച്ച ആ വചനം ആ 23 വർഷം കിടക്കയിൽ കിടന്ന സ്ത്രീയെ സ്ട്രെച്ചറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ഇന്നത്തെ പലരും ചെയ്യുന്നത് പോലെ ചെന്ന് കൈവച്ച് പ്രാർത്ഥിക്കുകയോ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയോ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. വിശ്വാസമെന്ന ദൈവവ്യവസ്ഥ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ ആമേൻ അസാധ്യമെന്ന് കരുതിയത്, വൈദ്യശാസ്ത്രം ആശയ്ക്ക് വകയില്ലാതെ തള്ളിയത്, ഒരൊറ്റ ക്ഷരം കൊണ്ട് എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, പ്രസംഗിക്കുന്നവന്റെ വലുപ്പമല്ല, പ്രസംഗിക്കുന്നവന്റെ പോപ്പുലാരിറ്റി അല്ല, പ്രസംഗിക്കുന്നവന്റെ ഭാഷാ നൈപുണ്യമല്ല, ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന വലിയ ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യാൻ ഈ രാത്രി കഴിയും. സുവിശേഷത്തിന്റെ മഹത്വം അനുഭവിച്ചറിയാൻ മനസ്സോടെ വന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളത് വെറുതെ പറയുന്നതല്ല. ഇന്നും സുവിശേഷം മഹത്വമുള്ളത് തന്നെയാണ്, മഹത്വമുള്ളത് തന്നെയാണ്. ഒന്ന്, ഇതിന്റെ മഹത്വം, ഇത് ദൈവത്തിന്റെ സന്ദേശമാണ്. ഞാന് സുവിശേഷത്തിന് തിരുവഴുത്തിൽ നൽകിയിട്ടുള്ള ചില വിശേഷണ പദങ്ങൾ മാത്രം ഒന്ന് ചില വാക്യങ്ങളിലൂടെ പറഞ്ഞ് മുമ്പോട്ട് പോകാം. ഇത് ദൈവത്തിന്റെ സുവിശേഷമാണെന്ന് പറയാനുള്ള കാരണം പറയാം. ഒന്ന്, റോമാലേഖനം 10-ാം അധ്യായം 15-ാം വാക്യം. റോമർ 10:15 സുവിശേഷത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നന്മയുടെ സുവിശേഷം. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. ഞാൻ ദേശത്തോട് വിളിച്ചു പറയുന്നു, ഒരുപക്ഷെ ഭാഗ്യ സൗന്ദര്യത്തിൽ കുറവുണ്ടാകാം, സാമ്പത്തികമായി വലിയ അഭിവൃദ്ധി ഉണ്ടാകണമെന്നില്ല, ആകാശത്തോളം എത്തുന്ന മിനാരങ്ങളും കെട്ടിട സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു കൊച്ചു വാടകമുറിയിൽ പ്രാർത്ഥനയ്ക്ക് നിരതരായിരിക്കുന്ന ഒരു കൂട്ടം സുവിശേഷകരെ ദൈവമക്കളാകാം. ഒരു കാര്യം സത്യമാണ്, ഏതൊരു സുവിശേഷകന്റെ പാദവും ഒരു ദേശത്ത് പതിഞ്ഞാൽ അത് ആ ദേശത്തിന് ശാപമല്ല, അത് ആ ദേശത്തിന് അനുഗ്രഹമാണ്. ഏത് സുവിശേഷകന്റെ പാദം ഒരു ഭവനത്തിൽ പതിഞ്ഞാൽ അത് ആ കുടുംബത്തിന് ശാപമല്ല, അത് ആ കുടുംബത്തിന് അനുഗ്രഹമാണ്. ഞാൻ പറയുന്നത് സത്യമാണെന്ന് ബോധ്യമുള്ളവര് സ്തോത്രമൊന്ന് ദൈവത്തെ സ്തുതിക്കുന്നതിന് സന്തോഷക്കുറവൊന്നുമില്ല. എന്നാ കാര്യമെന്നറിയാം, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ സുവിശേഷം എന്റെ ജീവിതത്തിൽ വന്നത് എന്റെയും എന്റെ കുടുംബത്തിന്റെയും നന്മയാണെന്ന്, നന്മ മാത്രമേ സുവിശേഷം ചെയ്തിട്ടുള്ളെന്ന് തന്റെ ഇടത്തോടെ ഈ സമൂഹത്തിന് മുമ്പിൽ പറയാൻ ചങ്കൂറ്റമുള്ളവർ ആ കരങ്ങളൊന്ന് ഉയർത്തി നമുക്ക് നന്മ ചെയ്ത സുവിശേഷത്തെ നന്ദിയോടെ ഓർക്കാം, നന്മ ചെയ്ത ദൈവത്തെ നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കാം. സുവിശേഷം വിശ്വസിച്ചതിന്റെ പേരിൽ ഇതുവരെ ആരും ഒരു ദോഷവും സുബോധമുള്ളവരാർക്കും ചെയ്തിട്ടില്ല. ഉണ്ടോ? മദ്യപാനികളായി ജീവിച്ചവര്. എന്റെ ശുശ്രൂഷയുടെ ആരംഭകാലം കാസർഗോഡ് ജില്ലയിലെ മറക്കാനാകാത്ത ചില മാനസാന്തര അനുഭവങ്ങൾ എനിക്ക് അവിടെ ഓർക്കാനുണ്ട്. 80-ലും വയസ്സ് പ്രായമുള്ള ഒരു വന്ധ്യവയോധികനായ പിതാവ് സ്വന്തം വീട്ടിൽ വാറ്റി വെച്ച് കുടിച്ച് കുപ്പിക്കണക്കിന് വീട്ടിൽ സ്റ്റോർ ചെയ്ത മക്കളും എല്ലാവരുമായി ഒരുമിച്ചിരുന്ന് കുടിച്ച് അങ്ങനെ ജീവിതത്തെ ആഘോഷമാക്കിയ ഒരു മനുഷ്യൻ. അന്ന് ഞാനൊരു ചെറിയ പ്രായമുള്ള സുവിശേഷകനാണ്. ഞാൻ പങ്കുവെച്ച സുവിശേഷത്തിന്റെ മുമ്പിൽ ആ മനുഷ്യൻ വിനയത്തോടെ താഴ്മയോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും സ്തോത്രം ആ വചനം അദ്ദേഹത്തിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. കുഴപ്പമില്ല, എന്താ പ്രശ്നം പെട്ടെന്ന് പരിഹരിച്ചു.
ചെറിയ കേസ് വല്ലതും ആണെങ്കിൽ അതിലെ പൊക്കോൾ. സാറേ ഒറ്റ അവർ രണ്ടുപേര് തീരുമാനിച്ചാൽ തീരുമാനമാകുന്ന കേസേ ഉള്ളൂ. സാരമില്ല. നമ്മുടെ യോഗങ്ങളെ അലങ്കോലപ്പെടുത്താൻ സാധാരണ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വരും ഈ പൊതുസ്ഥലത്ത്. പുള്ളിയുടെ വഴിക്ക് പോട്ടെ. കഴിഞ്ഞു. നീ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. പൗലോസ് കൊണ്ട് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അണലി കൈക്ക് കഴിച്ചു. പൗലോസ് അതിനെ കുടഞ്ഞു കളഞ്ഞു. ഇതാ വഴിക്ക് പോയതേ ഉള്ളൂ, അതുകൊണ്ട് ആ വഴിക്ക് പൊക്കോട്ടെ. ശ്രദ്ധിച്ചു. അപ്പോ സുവിശേഷം ഈ മനുഷ്യൻ ഒറ്റ നിമിഷം കൊണ്ട്, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു സഹോദരങ്ങളെ, 10-80 വർഷം ദുർശീലങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യന് ഒറ്റ നിമിഷം കൊണ്ട് രൂപാന്തരപ്പെടാൻ നോക്കുവോ? ഇന്നത്തെ വൈദ്യശാസ്ത്രത്തെ സമീപിക്ക്, മനഃശാസ്ത്രജ്ഞന്മാരെ സമീപിക്ക്, കൗൺസിലേഴ്സിനെ സമീപിക്ക്. എന്തായിരിക്കും പറയുന്നത്? എന്റെ 2 മക്കളും അവരുടെ PG ചെയ്യുന്നത് സൈക്കാട്രിയിലും അതുപോലെ സൈക്കാട്രി മെഡിസിനുമായി ബന്ധപ്പെട്ട. സാധാരണഗതിയിൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു, ആളുകൾ രക്ഷിക്കപ്പെടുമ്പോൾ എന്റെ മക്കൾ പറയാറുണ്ട്, ആൾക്കാരോട് അങ്ങനെ ഒറ്റയടിക്ക് നിർത്താൻ പറയരുത്, കാരണം ഇത് അവരുടെ ശീലമായതുകൊണ്ട്, അവരുടെ ശരീരത്തിൽ ഇതിന്റെ ആസക്തി വലിയതായതുകൊണ്ട് കുറേശ്ശെ നിർത്തണമെന്ന്. എന്ന് പറഞ്ഞാല് 2 ലിറ്റർ അടിക്കുന്ന അച്ചായൻ ആദ്യം 1.5 ആക്കണം, പിന്നെ 1 ആക്കണം, പിന്നെ 1/2 ആക്കണം, പിന്നെ 200 ആക്കണം, പിന്നെ 100 ആക്കണം. കുറെ കഴിയുമ്പോൾ നിർത്താൻ പറ്റും എന്നൊക്കെയാണ് ആളുകളുടെ ചിന്ത. സുബോധമുള്ള എന്റെ നാട്ടുകാരോട് ഞാൻ ചോദിക്കുന്നു, അങ്ങനെ നിർത്തി ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെ പൊന്നു സഹോദരങ്ങളെ, സുവിശേഷം വരുത്തുന്ന രൂപാന്തരത്തിന്റെ അത്ഭുതമാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ കൗൺസിലിങ്ങിനും ഇവിടുത്തെ മനഃശാസ്ത്രത്തിനും ഒക്കെ ഒരു മനുഷ്യന്റെ രൂപാന്തരത്തിന് കാലങ്ങൾ നീങ്ങുന്ന പ്രോസസ്സിലൂടെ അവരെ കടത്തിവിട്ട് നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം അകത്ത് കയറിയാൽ ആ മാത്രയിൽ അവൻ പുതിയ ശക്തിയായി മാറും. ഇന്ന് രാത്രി അഭിമാനത്തോടെ ആ സത്യത്തിന് ഞങ്ങൾ സാക്ഷ്യം പറയുക. ഞങ്ങളുടെയൊക്കെ തകർന്ന ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയത് അകത്ത് വീണ സുവിശേഷത്തിന്റെ വിത്ത് ക്ഷണത്തിൽ വരുത്തിയ രൂപാന്തരമാണ്. ഇത് ഞാൻ എന്റെ കണ്ണാലെ കണ്ട മനുഷ്യനിൽ. സ്തോത്രം. അദ്ദേഹം യേശുവിനെ സ്വീകരിച്ചെന്ന് മാത്രമല്ല, അന്ന് സ്വീകരിച്ച ദിവസം തന്നെ ആ നിമിഷം തന്നെ ഭാര്യയോട് പറഞ്ഞിട്ട് അകത്തിരിക്കുന്നൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. 5-6 കുപ്പി നല്ല 1-ാം തരം വാറ്റ് ചാരായും ഭാര്യയായ അമ്മച്ചി എടുത്തുകൊണ്ട് വന്ന് മുറ്റക്കത്തെ കല്ലിൽ ഓരോ കുപ്പിയും തല്ലിപ്പൊട്ടിച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഈ പിശാചിനെ എനിക്ക് വേണ്ട. ഓരോ കുപ്പി പൊട്ടിക്കുമ്പോഴും ഇപ്പൊ എന്റെ ചിന്ത ഇങ്ങനെ കുടിച്ച മദ്യത്തിന്റെ ഒരു ചെറിയ സ്വാധീനത്തിൽ കാണിക്കുന്ന പരിപാടിയാണെന്നായിരുന്നു. കാരണം ഇത്രയും വയസ്സായ ഒരു മനുഷ്യൻ, ഇത്രയും അഡിക്റ്റായ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒറ്റ നിമിഷം കൊണ്ട് ഈ തിന്മയെ ജയിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ എനിക്കന്ന് കഴിഞ്ഞില്ല. പക്ഷെ അതൊരു സത്യമായിരുന്നു. 100-ലധികം വയസ്സുവരെ ജീവിച്ചിരുന്ന് കർത്താവിനോട് വിശ്വസ്തനായി ആയുസ്സുള്ള നാൾ മുഴുവൻ ദൈവത്തെ ആരാധിച്ച മനുഷ്യൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മക്കളും കൊച്ചുമക്കളും ഇന്ന് കേരളക്കരയ്ക്ക് സുപരിചിതരായ ചില ദൈവദാസന്മാരും ആ തലമുറയിൽ നിന്ന് പുറത്തു വന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന ഇന്ന് രാത്രി അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷം ഒരു കുടുംബത്തെയും കലക്കിയിട്ടില്ല. അത് കുടുംബത്തിന് നന്മയെ ചെയ്തിട്ടുള്ളൂ. തകർന്ന കുടുംബങ്ങളെ പണിതിട്ടേ ഉള്ളൂ. ഒലഞ്ഞുപോയ ബന്ധങ്ങളെ നേരെയാക്കിയിട്ടേ ഉള്ളൂ. അകന്നു പോയതിന് അടുപ്പിച്ചിട്ടേ ഉള്ളൂ. അതാണ് സുവിശേഷത്തിന്റെ സത്യം. അതുകൊണ്ട് ചില ആളുകളെ ഞങ്ങളെ കാണുമ്പോൾ പുച്ഛത്തോടും പരിഹാസത്തോടും പറയുന്ന ചില വാക്കുകൾ താണ്ട് വരുന്നു. കുടുംബം കലക്കി. എന്താ കലക്കി? ഒന്ന് സുഹൃത്തെ, അറിവില്ലായ്മയെ ക്ഷമിക്കാനൊക്കെയുള്ള വിവേകം ഞങ്ങൾക്കുണ്ട്. ഇന്ന് വരെ നിങ്ങൾ അന്വേഷിച്ചു നോക്കുക, ഈ സുവിശേഷം ഒന്നും ബന്ധങ്ങളെ തകർത്തിട്ടില്ല, നന്നാക്കിയിട്ടേ ഉള്ളൂ. ദൈവത്തോട് സമാധാനം, മനുഷ്യരോട് സമാധാനം, കുടുംബത്തിൽ സമാധാനം, സമൂഹത്തിൽ സമാധാനം. സുവിശേഷത്തിന്റെ സ്വാധീനത്തിൽ അകപ്പെട്ട ഒരു മനുഷ്യനും ആകാത്ത അരുതാത്ത ഒരു വഴികളിലും പോകില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഈ പുസ്തകം നമ്മളോടത് പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ ശക്തിയാകും. ഇത് നന്മയുടെ സുവിശേഷം. ഞാൻ വിസ്താര ഭയത്താൽ മുൻപോട്ട് പോകട്ടെ. എഫേസ്യ ലേഖനം 6-15 വാക്യം. സുവിശേഷം സമാധാനത്തിന്റെ സുവിശേഷമാണ്. സുവിശേഷം സമാധാനത്തിന്റെ സുവിശേഷം. ആ പ്രയോഗം ശ്രദ്ധിക്കുക. സുവിശേഷത്തിന്റെ ഒരു വിശദീകരണം, ഒരു വിശേഷണം കൊടുത്തിരിക്കുകയാണ്. എന്താണ് സുവിശേഷം? സമാധാനത്തിന്റെ സുവിശേഷം.
സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ അഭിമാനത്തോടെ പറയുന്നു, അശാന്തി നിറഞ്ഞ ലോക സാഹചര്യത്തിൽ പ്രസംഗിക്കപ്പെടേണ്ട സന്ദേശമാണ് സുവിശേഷം. ക്രിസ്തുവല്ലാതെ ഈ ലോകത്തിന് ആശയ്ക്ക് വക നൽകുന്ന മറ്റൊരു നാമമില്ല. സുവിശേഷമല്ലാതെ തകർന്ന സമൂഹങ്ങളെ പണിയാൻ കെൽപ്പുള്ള ഒരു സന്ദേശമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദേശത്തോട് പറയുന്ന ഈ സന്ദേശം, ഇത് സമാധാനത്തിന്റെ സന്ദേശമാണ്. ഇനി എഫേസ്യ ലേഖനം 1:13 വാക്യത്തിൽ ഇത് രക്ഷയുടെ സുവിശേഷമാണ്. സുവിശേഷം എന്താണ്? അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെ കുറിച്ചുള്ള സുവിശേഷം എന്ന നിങ്ങളുടെ രക്ഷയെ കുറിച്ചുള്ള സുവിശേഷം, അതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത. മാന്യ സുഹൃത്ത്, 3 തരത്തിലുള്ള രക്ഷയെ കുറിച്ച് പറയാറുണ്ട്. 1 ശരീരരക്ഷ, 2 ദേഹിരക്ഷ, 3 ആത്മരക്ഷ. ശരീരരക്ഷയ്ക്കാണ് നമ്മൾ ആഹാരം കഴിക്കുന്നതും രോഗം വന്ന മരുന്നെടുക്കുന്നതും വ്യായാമ മുറകൾ ചെയ്യുന്നതും ഒക്കെ ശരീരരക്ഷയ്ക്ക് ഒരു പരിധിവരെ ഉപകരിക്കുന്നതാണ്. നമുക്കത് ചെയ്യുന്നതും ചെയ്യേണ്ടതുമാണ്. അതിനാണ് ആശുപത്രികൾ. ശരീരരക്ഷയെക്കുറിച്ച് നമുക്ക് വലിയ ചിന്തയുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടാണ് പഞ്ചനക്ഷത്ര ആശുപത്രികൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നത്. ഒരു പനിയും കൊണ്ട് എന്നാൽ ലക്ഷക്കണക്കിന് രൂപ വാങ്ങി കഴിയുമെങ്കിൽ നമ്മളെ ഐസിയിലൂടെ കയറ്റി വെന്റിലേറ്ററിൽ കൂടെ ഇറക്കി നമ്മളെ പറഞ്ഞു വിടുന്നത് നമ്മുടെ ദേഹരക്ഷയെക്കുറിച്ച് അവർക്കുള്ള കൺസേണിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. ആകട്ടെ, ആശുള്ളവൻ അതൊക്കെ ചെയ്യട്ടെ. 2 ദേഹിരക്ഷ. ആ ദേഹിരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ വിജ്ഞാനവും അറിവും നമ്മുടെ അന്വേഷണ താല്പര്യതയും നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ നമുക്ക് കിട്ടുന്ന ശാക്തീകരണമാണ്. മനസ്സ് തകരുമ്പോൾ നമ്മൾ മനഃശാസ്ത്രജ്ഞനെ കാണാൻ പോകാറുണ്ട്. അത് പറഞ്ഞപ്പോൾ ഒരു കഥ ഓർക്കുന്നുണ്ട്. ഒരു പട്ടണത്തിൽ ഒരു വലിയ സർക്കസ് നടക്കുന്നിടത്ത് കൊമേഡിയനായ ഒരു സർക്കസ് തൊഴിലാളി അതിനകത്തുണ്ട്. എല്ലാവരും ചിരിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പരിപാടി. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പണ്ടൊക്കെ കണ്ടിട്ടുള്ളവര്. ഒന്നുകിൽ പൊക്കം വളരെ കുറഞ്ഞാണായിരിക്കും, അല്ലെ ഭയങ്കര പൊക്കം കൂടിയാണ്. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അവർ സാധാരണ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ പട്ടണത്തിൽ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്ന ഈ സർക്കസിലെ പ്രധാന കൊമേഡിയൻ, അദ്ദേഹം വൈകുന്നേരങ്ങളിലാണ് സർക്കസ്, പകല് ഒരു ദിവസം അവിടെ അടുത്തുള്ള ഒരു മാനസിക രോഗ വിദഗ്ധന്റെ അടുക്കൽ ചെന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, മനസ്സിനൊരു സുഖമില്ല, ആകെ അസ്വസ്ഥതയാണ്. അതുകൊണ്ട് എന്റെ മനസ്സ് ശാന്തമാകാനുള്ള, എനിക്ക് ഒരു സ്വസ്ഥത കിട്ടാനുള്ള എന്തെങ്കിലും മാർഗം പറഞ്ഞു തരണം. ഉടനെ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഇങ്ങനെ പല ആളുകളും എന്നെ സമീപിച്ചിട്ടുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ അവർക്ക് ചെയ്യുന്നത്, ഇവിടെ നമ്മുടെ അടുത്ത പട്ടണത്തിൽ ഒരു വലിയ സർക്കസ് നടക്കുന്നുണ്ട്, അവിടെ നല്ല ഒരു കൊമേഡിയൻ ഉണ്ട്, അവന്റെ പ്രകടനം പോയി 10 മിനിറ്റ് കണ്ടാൽ മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറെ ആശ്വാസം കിട്ടും. ഇത് പറഞ്ഞപ്പോ ഈ പുള്ളി പറഞ്ഞു, പൊന്നു സാറേ, നാട്ടുകാരെ ഒക്കെ ചിരിപ്പിക്കുന്ന ആ കൊമേഡിയനാണ് ഞാൻ. എനിക്കാണ് ഇപ്പം മനസ്സിന് നല്ല സുഖമില്ലാത്തത്. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇവിടുത്തെ പല ഏതൊരു മാനുഷിക പരിഹാരങ്ങൾക്കും അതിന്റെ പരിമിതികളുണ്ട്. നിങ്ങൾ അറിയണം, ഇവിടെ എത്ര മനോരോഗ ആശുപത്രികൾ പെരുകിയാലും, എത്ര സൈക്യാട്രിസ്റ്റുകൾ വർദ്ധിച്ചാലും, സമൂഹത്തിന്റെ ആരോഗ്യരംഗത്ത്, മാനസികാരോഗ്യ രംഗത്ത് ഇന്നും പ്രശ്നങ്ങൾ കൂടുകയാണ്. ഇനി 3ാമത്തെ രക്ഷ ആത്മരക്ഷയാണ്. ഒരു പരിധിവരെ ഇവിടുത്തെ വൈദ്യശാസ്ത്രത്തിന് ദേഹരക്ഷയിൽ സഹായിക്കാം, ഇവിടുത്തെ മനഃശാസ്ത്രത്തിന് ദേഹിരക്ഷയിൽ സഹായിക്കാം. പക്ഷേ എന്റെ ചോദ്യം, ആത്മരക്ഷയ്ക്ക് ഉതകുന്ന ഏത് മാർഗം ഇവിടെ ആർക്ക് പറയാനുണ്ട്? അപ്പൊ നിങ്ങൾ പറയും, അതിനല്ലേ ഇവിടെ മതങ്ങൾ, അതിനല്ലേ മതങ്ങൾ. പക്ഷെ ചിന്തിച്ചിട്ടുണ്ടോ, മതങ്ങൾ ഇവിടെ ഇനി എത്ര പറ്റി വരികയാലും മനുഷ്യന്റെ പാപരോഗമോന്റെ ഉള്ളിൽ കുടികൊള്ളുന്നിടത്തോളം കാലം അവന്റെ ആത്മാവിന്റെ രോഗമായ പാപം മനുഷ്യനെ വിട്ടുമാറാത്തിടത്തോളം കാലം ഒരു മതകർമ്മങ്ങൾക്കും നിങ്ങളെ വിടുവിക്കാൻ സാധ്യമല്ല. സംശയമുള്ളവര് എല്ലാ വർഷവും ഇവിടുത്തെ എല്ലാ മതങ്ങളുടെയും, ഞാൻ ഏതെങ്കിലും ഒരു മതത്തിന്റെ അല്ല പറയും, കടലുകൾ കടന്നു പോകുന്ന മതവിശ്വാസികളുടെ എണ്ണം മുതൽ നമ്മുടെ നാട്ടിലെ മലകളും കുന്നുകളും താഴ്വരകളും നദികളും ആറുകളും കയറുകയും ഇറങ്ങുകയും അതിനെ മറികടക്കുകയൊക്കെ ചെയ്ത് ആത്മരക്ഷ പ്രാപിക്കാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം ഇവിടെ കുറയുകയല്ല. ഇന്നത്തെ ക്രൈസ്തവരുടെ ഇടയിൽ ഒരു പുതിയ ബിസിനസ്, വിശുദ്ധ ഭൂമിയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞ് യെരുശലേമിലേക്ക് ടൂറുകൾ സംഘടിപ്പിക്കുകയാണ്. യേശു ജനിച്ച നാടൊക്കെ പോയി കാണുന്നതിനൊന്നും തെറ്റില്ല. ലോകത്ത് ഏറ്റവും അധികം രക്തം ചൊരിഞ്ഞ മണ്ണാണത്.
രക്തം വീണ് കുതിർന്ന മണ്ണാണ് യെരൂശലേമിന്റെ മണ്ണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊള്ളുക, ഇവിടെ റിലീജിയസ് ടൂറിസം വർദ്ധിക്കുകയാണ്. അതിനിവിടെ ആളുകളുണ്ട്. മതഭക്തി ഇല്ലാത്തവനും മതഗാനം എഴുതി പാടി അവൻ കാശുണ്ടാക്കുന്നു. മതഭക്തി ഇല്ലാത്തവനും ദൈവവിശ്വാസം ഇല്ലാത്തവനും ഇവിടെ മതത്തിന്റെ പേരിൽ ടൂറ് നടത്തി കാശുണ്ടാക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയാം. ഇവിടെ 1000 മതങ്ങൾ ഇനിയും ഉദിച്ചുയർന്നാലും മനുഷ്യന്റെ ആത്മീക പ്രശ്നത്തിന് പരിഹാരം തരാൻ അവയ്ക്കാവില്ല. അതിന് കഴിയുന്ന ഒരൊറ്റ രക്ഷകരേ ഉള്ളൂ. ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നുണ്ട്. യേശു എന്ന് പേർ വിളിക്കണമെന്ന് ജനനത്തിന് മുൻപേ മാലാഖമാർ വിളംബരം ചെയ്ത ഒരു മഹത്വമുള്ള വ്യക്തിത്വം ചരിത്രത്തിൽ ഉദയം ചെയ്തു. 2000 വർഷങ്ങൾക്കപ്പുറത്ത്. സ്നേഹിതരെ, ആത്മരക്ഷയ്ക്ക് ഒറ്റ മാർഗമുള്ളൂ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 7:25 വായിക്കുന്നത്, താൻ മുഖാന്തരം ദൈവത്തോട് സമീപിക്കുന്നവർക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുവാൻ അവൻ ജീവിക്കുന്നവനായതുകൊണ്ട് അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ. അവരെ എന്ത് ചെയ്യണം? പൂർണ്ണമായി രക്ഷിക്കാൻ. ഏതൊരു മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ ദേഹം, ദേഹി, ആത്മാവെന്ന 3 ഘടകങ്ങൾ മനുഷ്യനുണ്ട്. ഈ 3 ഘടകങ്ങളിലും രക്ഷ നൽകാൻ കഴിയുന്ന ഏക രക്ഷകനെയാണ് ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുന്നത്. അവന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. അവന് നിന്റെ ദേഹത്തെ സൗഖ്യമാക്കാൻ കഴിയും, നിന്റെ മനസ്സിന്റെ വ്യാധികളെ എടുക്കാൻ കഴിയും, നൊമ്പരങ്ങളെ അറിയാൻ കഴിയും. അവന് നിന്റെ ആത്മാവിന്റെ രോഗമായ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ കഴിയും. പൂർണ്ണമായി രക്ഷിക്കാൻ പ്രാപ്തനായ ദൈവം. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നു, ഇത് രക്ഷയുടെ സുവിശേഷമാണ്. ഇത് രക്ഷയുടെ സുവിശേഷം. 2 തിമോഥെയോസ് 1:10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത, സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിൻ. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചേ, മരണം മാറ്റുന്ന സുവിശേഷം. സ്നേഹിത, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്നതെന്നറിയാവോ? ഈ സുവിശേഷം മരണം മാറ്റുന്നതാണ്. ഞാൻ ചിലടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശുശ്രൂഷിച്ച ഒരു സഭയിൽ ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം ആദ്യമായി ആ ആരാധനയിൽ വന്ന ഒരു സഹോദരി, എനിക്കവരെ പരിചയം ഉണ്ടായിരുന്നില്ല, മറ്റൊരു സഹോദരി മുഖാന്തരം വന്നതാണ്. ആരാധനയ്ക്ക് ശേഷം ആളുകളൊക്കെ കരമൊക്കെ കൊടുത്ത് സംസാരിക്കുമ്പോൾ അവൾ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഒരല്പം മിനിറ്റ് ഒന്ന് പാസ്റ്ററോട് സംസാരിക്കണം. ഞാൻ മാറി നിന്ന് ആ സഹോദരി സംസാരിച്ചു. അവൾ പറഞ്ഞു, ഞാനിന്ന് ഇവിടെ വന്നതൊരു ആശ്ചര്യം, അത്ഭുതമാണ്. എനിക്ക് സഭയെ പരിചയമില്ല. ഇതിനകത്തുള്ള ഒരു സഹോദരി അവളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് പല വീടുകളിലൂടെ പോകുന്ന ഒരു സന്ദർഭത്തിൽ അവിചാരിതമായി ഈ സ്ത്രീയുടെ വീട്ടിലെത്തി. വളരെ നിരാശയോടും ദുഃഖത്തോടും കൂടെ നിൽക്കുന്ന സ്ത്രീയെ കണ്ടപ്പോ അധികമൊന്നും പറയാൻ ചെന്ന സഹോദരിക്ക് അറിയുമായിരുന്നില്ല. അവൾ മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്ന് യേശുവിലേക്ക് വന്ന സ്ത്രീയാണ്. അവളോട് ഒറ്റ കാര്യം പറഞ്ഞു, നാളെ ഞങ്ങളുടെ ആലയത്തിൽ ഞാൻ പോകുന്ന ഒരു പ്രാർത്ഥനാലയമുണ്ട്, അവിടെ വരെ വരിക, അവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ പ്രയാസമുണ്ടെന്ന് എനിക്കറിയാം, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉടനെ ആ സ്ത്രീ പറഞ്ഞു, എന്തായാലും ഞാൻ വരുന്നില്ല. പക്ഷെ ഈ സ്ത്രീ നിർബന്ധിച്ചു, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. ഒത്തിരി ആളുകൾ അവിടെ വരുന്നു, പ്രാർത്ഥിക്കുന്നു. അവളുടെ നിർബന്ധത്തിന് അവൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ റെഡിയായി നിൽക്കാം. അവൾ സ്ത്രീ പറഞ്ഞു, നീ അവിടെ ഒരുങ്ങി നിന്നാൽ മതി, ഞാൻ വരുമ്പോൾ എന്റെ കൂടെ പോകാം. അങ്ങനെ അവളെ കൂട്ടിക്കൊണ്ടെന്ന് ആലയത്തിൽ വന്നതാ. അന്ന് അവിടെ ദൈവവചനം ശുശ്രൂഷിച്ചു. ആ വചനം ആ വന്ന സ്ത്രീയോട് ഇടപെട്ടു. അവൾ എന്നെ മാറ്റി നിർത്തി എന്നോട് പറഞ്ഞ ഒരു സത്യം എന്താണെന്നറിയാമോ? അവൾ പറഞ്ഞു, പാസ്റ്ററെ, ഇന്ന് ഞാൻ ഈ ആരാധനയ്ക്ക് വരികയും ഈ ദൈവവചനം കേൾക്കുകയും ഈ വചനം എന്നോട് ഇടപെടുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നാളെ നിങ്ങൾ അറിയാൻ പോകുന്നത് എന്റെയും എന്റെ മകന്റെയും ആത്മഹത്യാ വാർത്തയായിരുന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, കേന്ദ്ര ഗവൺമെന്റിൽ ഉദ്യോഗസ്ഥനായ ഭർത്താവ്, നിങ്ങൾക്കറിയാം എക്കാലത്തും ന്യായമായ ശമ്പളം അദ്ദേഹത്തിനുണ്ട്. ആ വരുമാനം മുഴുവനും അബദ്ധസഞ്ചാരത്തിലൂടെ നഷ്ടപ്പെടുത്തി പരസ്ത്രീ ബന്ധത്തിലൂടെ ജീവിതം അവൻ തകർത്ത ഒരു മനുഷ്യൻ. മദ്യപാനത്തിലൂടെ കുടുംബം ദാരിദ്ര്യത്തിന്റെ അടിവേര് കണ്ട ഒരു കുടുംബം. സാധുവായ സ്ത്രീയും ഏക മകനെന്ന് ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുകയാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട കുഞ്ഞിന് ഫീസ് കൊടുക്കാൻ പോലും കാശില്ലാതെ ആ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നു, ഫീസുമായി വന്നാൽ മതി. ഈ സാധു സ്ത്രീ ജീവിതം അങ്ങേയറ്റം തകർന്നുപോയി. അവൾക്ക് മനസ്സിലായി, ഈ മനുഷ്യന്റെ കൂടെ ജീവിച്ച് മുൻപോട്ട് പോകാനാവില്ല. ദാരിദ്ര്യം ഒരു വശത്ത്, അപമാനഭാരം ഒരു വശത്ത്,
ഏകമകനെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തതിന്റെ നൊമ്പരം ഒരു വശത്ത്, ആ സ്ത്രീ തനിക്കും കുഞ്ഞിനും കഴിക്കാനുള്ള വിഷം തയ്യാറാക്കി വെച്ച് അവൾ കാത്തിരിക്കുമ്പോഴാണ് അവിചാരിതമായി ഒരു സഹോദരി അവിടെ ചെന്നത്. അവള് സുവിശേഷം പറയാൻ ചെന്നതല്ല, അവിടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ചെന്നതാ. പക്ഷെ അവൾ പറഞ്ഞ ഒരു വാക്ക്, ഒരാശയുടെ തിരുനാളം അവളുടെ ഹൃദയത്തിൽ കൊളുത്തി. അന്ന് അവൾ അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞത്, ഇനി ഞാൻ ആത്മഹത്യ ചെയ്യില്ല, എന്നെ കുറിച്ച് എന്റെ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഞങ്ങൾ ദേശത്തോട് സുവിശേഷം പ്രസംഗിക്കുന്നത് ഒരു തമാശിന് ചെയ്യുന്നതല്ല. മരണം ധരിച്ചിരിക്കുന്ന ആരും അറിയാതെ ആത്മഹത്യയുടെ ചില തയ്യാറെടുപ്പുകൾ നടത്തി വലിയ വീട്ടിൽ സഞ്ചരിക്കുന്ന, വില കൂടിയ കാറുകളിൽ യാത്ര ചെയ്യുന്ന, നാട്ടുകാരുടെ ദൃഷ്ടിയിൽ മോഡറേറ്റ് ഫാമിലി എന്ന് ആളുകൾ വിശേഷിപ്പിക്കുന്ന പലരും ജീവിതത്തിൽ എത്ര തകർന്നവരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളൊക്കെ 40-40 വർഷമായി മനുഷ്യരോട് നിരന്തരം ഇടപെടുകയാണ്. സുവിശേഷവുമായി ഞങ്ങൾ തെരുവോരങ്ങളിൽ മാത്രം പോകുന്നവരല്ല, നൂറുകണക്കിന് കുടുംബങ്ങളോട് ഇടപെടുന്നവരാണ്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നു, പുറമെ തിരിച്ചു കാണിക്കുന്ന പലരും ജീവിതത്തിനകത്ത് നെരിക്കോട് പോലെ നീറുന്ന ആളുകളാണ്. അഗ്നിപർവ്വതത്തിന് മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഉറുമ്പ് പോലെ ഏത് സമയത്തും പൊട്ടിത്തകരാൻ സാധ്യതയുള്ള ജീവിതത്തിന് മുകളിൽ ഇരിക്കുന്ന ശ്രോതാവ്, ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന സുവിശേഷം മരണം മാറ്റുന്ന സുവിശേഷമാണ്. ഇവിടെ ഇരിക്കുന്നവർക്ക് പലർക്കും സാക്ഷ്യം പറയാൻ ഒരു അവസരം കൊടുത്തായിരുന്നെങ്കിൽ ഒത്തിരി പേരും എന്ന് പറഞ്ഞേനെ. കുരുക്കുമുറുക്കി കാത്തിരുന്നവരും വിഷക്കുപ്പി തയ്യാറാക്കിയവരും മറ്റു പല മാർഗങ്ങൾ സ്വീകരിച്ചവരും പലരും ഇതിനകത്തുണ്ട്. മറ്റാർക്കും അറിയാൻ കഴിയാത്ത ഹൃദയ നൊമ്പരങ്ങളെ അറിഞ്ഞ ദൈവം സുവിശേഷത്തിന്റെ സ്നേഹത്താലും ക്രിസ്തുവിന്റെ മഹത്വത്താലും ഞങ്ങളിൽ വരുത്തിയ രൂപാന്തരമാണ് ഞങ്ങൾ പലരും ഇന്നും ജീവിച്ചിരിക്കാൻ കാരണമാകുന്നത്. ഞാനും എന്റെ ഭാര്യയും കൂടെ ഞങ്ങൾ പാർത്ത ഒരു പട്ടണത്തിൽ, സഭാ ശുശ്രൂഷയുടെ ഭാഗമായി പാർത്ത പട്ടണത്തിൽ ഒരു വീട്ടിൽ വിസിറ്റിങ്ങിന് ചെന്നപ്പോ, കേരള സ്വദേശിയല്ല, മറ്റൊരു സംസ്ഥാനക്കാരിയായ ഒരു സഹോദരി, നല്ല വെളുത്ത തടിച്ച ശരീരപ്രകൃതിയുള്ള ഒരു സ്ത്രീയാണ്. അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവളുടെ ഹൃദയ നമ്പരങ്ങൾ പലതും അവൾ ഞങ്ങളോട് പറഞ്ഞു. അതിനുശേഷം അവളുടെ കൈത്തണ്ട അവൾ ഞങ്ങളെ കാണിച്ചു. 4 വശത്ത് 4 സ്ഥലത്ത് തന്റെ കൈത്തണ്ടയിൽ വട്ടത്തിലുള്ള വലിയ മുറിവുകൾ. ആ സ്ത്രീ പറഞ്ഞു, പാസ്റ്റർ ഇതെന്താണെന്നറിയാമോ? 4 വട്ടം ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു സ്ത്രീയാണ് ഞാൻ. തകർന്ന കുടുംബബന്ധങ്ങളുടെ, പ്രതീക്ഷ നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ അടയാളമാണ് എന്റെ കയ്യിൽ കാണുന്ന ഈ 4 വലിയ മുറിവുകളുടെ അടയാളം. ഞാൻ ചോദിച്ചു, പിന്നെ എന്താണ് മരിക്കാഞ്ഞത്? അവൾ പറഞ്ഞു, എനിക്കിപ്പോഴും ഒരു ആശ്ചര്യമാണ്, ഞാൻ മരിക്കാത്തത് എന്താണ്? ആ യേശുവിനെ അറിഞ്ഞതാണ് അവളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ മരണത്തിന്റെ മുറിപ്പാടുകൾ പലരും ശരീരത്തിൽ പേറുന്ന ചിലരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, നീ മരിക്കണ്ട. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ രക്ഷിക്കാൻ മനസ്സുള്ള ഒരു കർത്താവുണ്ട്. ആരും അറിയാത്ത നൊമ്പരങ്ങളെ ഒപ്പിയെടുക്കാൻ, ഹൃദയവേദനകളെ അറിയുന്ന ഒരു രക്ഷകനുണ്ട്. അവന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. ആ നിത്യ സത്യത്തിന് നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. മരണം മാറ്റുന്ന സുവിശേഷം. ഇനി ഞാൻ സുവിശേഷങ്ങളിലേക്ക് വന്നാലോ, സുവിശേഷ ക്രിസ്തു മരണം മാറ്റിയ പല മനുഷ്യരില്ലേ തിരുവഴുത്തിനകത്ത്? ഒരിക്കൽ ഒരുപക്ഷെ ജീവിതത്തിന്റെ ഗതികേട് കൊണ്ടാകാം, വ്യഭിചാരകർമ്മത്തിൽ പിടിച്ച ഒരു പാവപ്പെട്ട സ്ത്രീയെ ഒരു കൂട്ടം പുരുഷന്മാർ കൈയോടെ പിടികൂടി ഗുരുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. അവനെ കൊണ്ടുവന്നവരുടെ എല്ലാവരുടെയും കയ്യിൽ അവളെ എറിയാനുള്ള കല്ലുകൾ തയ്യാറായിരിക്കുകയാണ്. യേശുവിന്റെ ഒരു പെർമിഷന് വേണ്ടി മാത്രം കാത്തിരിക്കുന്നു. കാരണം അവനെ ഏതെങ്കിലും നിലയിൽ വാക്കിൽ പിടിക്കാൻ അവർ ശ്രമിച്ചതുകൊണ്ട് അവരുടെ കയ്യിൽ ആ സാധു സ്ത്രീയുടെ ദേഹത്തിന്മേൽ എറിയാനുള്ള കല്ലുകൾ മുറുക്കെ പിടിച്ചുകൊണ്ട് അടുത്ത നിമിഷത്തിൽ കല്ലേറ് കൊണ്ട് മരിക്കുന്ന പിടയുന്ന ഒരു സ്ത്രീയെ മുമ്പിൽ കണ്ടുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ ചട്ടം കൃത്യമായി നിർവഹിച്ചെന്നുള്ള ചാരിതാർത്ഥ്യത്തോടെ വീടുകളിലേക്ക് മടങ്ങാൻ വെമ്പൽ കൊണ്ട് നിന്ന പുരുഷാരത്തിന്റെ മുഖത്ത് നോക്കി, നിങ്ങളിൽ ആരും ആദ്യം പാപം ചെയ്യാത്തവനുള്ള കല്ലെറിയട്ടെന്ന് പറഞ്ഞ് ബഹുപുരുഷാരത്തിന് മനസാക്ഷിയുടെ നേരെ ആമേൻ കർത്താവ് ഉയർത്തിയ ചോദ്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഓരോരുത്തൻ താന്റെ വീട്ടിലേക്ക് പോയി. എല്ലാം കഴിഞ്ഞപ്പോ തല കുമ്പിട്ട് മരണം പ്രതീക്ഷിച്ച്
നിന്നെ ആ സ്ത്രീ ആശ്ചര്യത്തോടെ തല ഉയർത്തി നോക്കി. ഒരു കല്ലും ശരീരത്തിൽ പതിഞ്ഞില്ല. അവൾ ഗുരുവിന്റെ മുഖത്തേക്ക് നോക്കി. ഗുരു അവളെ നോക്കി. യേശു ചോദിച്ചു, സ്ത്രീയെ, ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ? നിന്നെ വിധിക്കാൻ വന്നവരൊക്കെ എവിടെ? അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം സ്നേഹിതരെ. കർത്താവ് പറഞ്ഞു, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. ഇന്ന് രാത്രി മരണത്തിന് അർഹമായ പാപം ചെയ്തിട്ടും ഇന്ന് രാത്രി സുവിശേഷം കേൾക്കാൻ നിന്നെ ഈ ഭൂമുഖത്ത് ശേഷിപ്പിച്ചത് നിന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണെന്ന് തിരിച്ചറിയുന്ന എത്ര പേര് ഈ രാത്രിയിലുണ്ട്. അങ്ങനെയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൾ ചെയ്ത തെറ്റിനെ കർത്താവ് ന്യായീകരിച്ചില്ല. അവളുടെ പാപം തുടർന്നോളാൻ പറഞ്ഞില്ല. ഇനി നേരിടത് ചെയ്യരുതെന്ന് പറഞ്ഞ് അവൻ അവളെ അയച്ചപ്പോ അവൻ വെളിപ്പെടുത്തിയത് എന്താണെന്നറിയാവോ? മരണത്തിന് അർഹതയായത് നീ ചെയ്തെങ്കിലും അർഹതയാണ് നീയെങ്കിലും, പക്ഷേ ദൈവത്തിന്റെ കരുണയുടെ മുമ്പിൽ നിനക്കിന്ന് രാത്രി പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. മാന്യ സുഹൃത്തെ, ചെയ്തു കൂട്ടിയ പാപം സ്വന്തം മനസാക്ഷിയിൽ നിന്നെ വേട്ടയാടുന്നുണ്ട്. ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ, സ്വസ്ഥത നഷ്ടപ്പെട്ട പകലുകൾ, ആരെയും ഫേസ് ചെയ്യാനുള്ള മനോബലമില്ലാതെ ഏതോ ഇരുട്ടിന്റെ മറവ് തേടി ശിക്ഷകാലം ജീവിക്കാൻ തീരുമാനിക്കുന്ന നിന്നോട് ഇന്ന് രാത്രി സുവിശേഷത്തിന്റെ ആധികാരികളിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, അവൻ നിന്നെ രക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. നിനക്ക് രൂപാന്തരം തരാൻ കഴിവുള്ള ഒരു രക്ഷകനുണ്ട്. നിനക്ക് ജീവിതം തരാൻ ഒരു ജീവൻ നായകനുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. അവന്റെ പേര് യേശു എന്നാണ്. മരണം മാറ്റിയ യേശു. ഇനി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ പരിസമാപ്തിയായി ഗോൽഗോഥായിൽ 3 കുരിശുകൾ തൂങ്ങി 2 കള്ളന്മാരുടെ നടുവിൽ പാപം ചെയ്യാത്ത നമ്മുടെ ക്രിസ്തു 4 കോടതികളിൽ 5 പ്രാവശ്യം വിസ്തരിച്ചിട്ടും ഇവൻ നീതിമാനുപിനിൽ കുറ്റമില്ലെന്ന് വിധി എഴുതിയിട്ടും പാതകന്മാരോടുകൂടെ ക്രൂശിക്കപ്പെട്ട നമ്മുടെ നാഥൻ. നിങ്ങൾക്കറിയാം, യേശുക്രിസ്തുവിന്റെ വിധിയും വിസ്താരവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ഒരു ചരിത്രമുണ്ട്. ബറബ്ബാസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ രാജ്യദ്രോഹ കുറ്റം ചെയ്ത് കൊലപാതകനായി, കവർച്ചക്കാരനായി ദേശത്ത് ജീവിച്ച് തടവിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. യഹൂദന്മാരുടെ ഇടയിലെ ആചാരമനുസരിച്ച് പെസഹായിക്ക് ഒരു മനുഷ്യനെ വിട്ടുകൊടുക്കുന്ന പതിവനുസരിച്ച് പെസഹായുടെ ആ ദിവസങ്ങളിൽ യേശുവിനെ വിസ്തരിക്കാനായി പിലാത്തോസിന് മുമ്പിൽ കൊണ്ടുവരുമ്പോൾ എങ്ങനെയെങ്കിലും യേശുവിനെ രക്ഷിക്കാൻ ആഗ്രഹിച്ചവൻ ചോദിച്ചു, ഞാൻ ഈ യഹൂദന്മാരുടെ രാജാവായ ക്രിസ്തുവിനെ വിട്ടുതരട്ടെ? ഉടനെ ഭൂഷാനം പറഞ്ഞില്ല, ഞങ്ങൾക്ക് അവനെ വേണ്ട, ഞങ്ങൾക്ക് ബറബ്ബാസിനെ മതി, ബറബ്ബാസിനെ മതി. ഇന്നത്തെ ലോകത്തിന്റെ ഒരു ചിത്രമാണിത്. നന്മയുടെ ആൾരൂപമായ ക്രിസ്തുവിനെ ത്യജിച്ച് ഇവിടുത്തെ എമ്പുരാന്മാരെയും തമ്പുരാന്മാരെയും ഉയർത്തിപ്പിടിക്കുന്ന തലമുറ അറിയേണ്ട ഒരു സത്യമുണ്ട്. അത് യേശുവിന് പകരമല്ല. നാശത്തിലേക്ക് നടത്തുന്ന തിന്മയുടെ ശക്തികളെ തിരഞ്ഞെടുക്കുന്ന ഒരു തലമുറ അറിയുക. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞാൽ നീ തള്ളുന്നത് ജീവനെയാണ്, നീ തള്ളുന്നത് നിത്യരക്ഷയാണ്, നീ തള്ളുന്നത് നിത്യസമാധാനത്തെയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ബറബ്ബാസിനെ മതി. പുരുഷാരത്തിന്റെ നിർബന്ധം സഹിക്കവയ്യാതെ പീലാത്തോസ് ന്യായമായും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ട ബറബ്ബാസിനെ വിട്ടയക്കുകയും ഒരു കാരണവശാലും വധശിക്ഷ വിധിക്കാൻ അവകാശമില്ലാത്ത നീതിമാനെ മരണത്തിനേൽപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ എന്റെ മനസ്സിൽ ആ ഒരു ചിത്രം ഇങ്ങനെ കാണുന്നു. ബറബ്ബാസ് എന്ന കൊടും കുറ്റവാളിയുടെ അടുക്കിലേക്ക് തടവുകാരുടെ ഇടയിൽ നിന്ന് വധശിക്ഷയ്ക്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന ബറബ്ബാസിന്റെ അടുക്കിലേക്ക് ഒരു പടയാളി വന്ന് പറയുന്നു, ബറബ്ബാസേ, യു ആർ ഫ്രീ, യു ക്യാൻ ഗോ എനിവെയർ. നീ സ്വതന്ത്രനാണ്, നിനക്ക് എവിടെയും പോകാം. ജയിൽ വാതിൽ അവന് മുമ്പിൽ തുറന്നപ്പോൾ അവൻ ആശ്ചര്യപ്പെട്ടു. തന്നെ പോലെ ഒരു കൊടും കുറ്റവാളിയെ എന്തുകൊണ്ട് എന്റെ മുമ്പിൽ വാതിലുകൾ തുറക്കുന്നു? എന്തുകൊണ്ട് എന്റെ മുമ്പിൽ സ്വാതന്ത്ര്യത്തിന്റെ വാഗ്ദാനം നൽകുന്നു? ഇതൊരു കപടതയാണോ? എന്നെ ഒരിക്കൽ കൂടെ പരീക്ഷിക്കാൻ ചെയ്യുന്നതാണോ? അവന് വിശ്വാസം വന്നില്ല. പക്ഷെ വന്നയാൾ പറഞ്ഞു, യു ആർ ഫ്രീ, നീ സ്വതന്ത്രനാണ്. എന്താ കാര്യവും അറിയാവോ? നിനക്ക് പകരം അവൻ ഒരുവൻ നിന്റെ മരണം ഏറ്റുകൊണ്ട് ക്രൂശിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് രാത്രി ദേശമേ, ദേശനിവാസികളെ, നിങ്ങൾ അറിയണം ഈ സത്യം. ഞാൻ ഇന്ന് ചെയ്ത ന്യായമായ പാപത്തിന്റെ മുഴുവൻ ശിക്ഷയും തന്റെ മേലേറ്റുകൊണ്ട്, തന്റെ ചുമലിലേറ്റുകൊണ്ട് ഒരുവൻ ക്രൂശിന്മേൽ കയറി. പത്രോസ്ലീഹത്തിന്റെ ലേഖനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്റെ മേൽ കയറി. അവന്റെ അടിപ്പിണരുകളാൽ
നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ആ സത്യം ദേശത്തോട് വിളിച്ചു പറയുന്നു. നീ ചെയ്തു കൂട്ടിയ സകല പാതകങ്ങളുടെയും പാപങ്ങളുടെയും ശിക്ഷയേറ്റുകൊണ്ട് പാപരഹിതനായവൻ പാപികൾക്ക് വേണ്ടി ക്രൂശന്മേൽ നീചമരണം ഏറ്റെടുക്കുമ്പോൾ, ക്രൂരമരണം ഏറ്റെടുക്കുമ്പോൾ ആ മരണം വിളിച്ചു പറയുന്നു, യു ആർ ഫ്രീ. നീ ഇന്ന് സ്വതന്ത്രനാണ്. മാന്യ സുഹൃത്ത്, പാപത്തിന്റെ തടവറയിൽ ഇന്ന് രാത്രി നീ അടിച്ചമർത്തപ്പെടേണ്ട, ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളുമായി മൽപ്പിടുത്തം നടത്തണ്ട. നിനക്ക് പകരം ഒരുവൻ മരിച്ചതിനാൽ നിന്റെ മരണം മാറി. നിനക്ക് ജീവന്റെ പ്രതീക്ഷ ഇന്ന് രാത്രി യേശു തരികയാണ്. യേശു തരികയാണ്. ബറബ്ബാസിന്റെ മരണം മാറിയില്ലേ ക്രിസ്തുവിൽ? മർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു സംഭവം. യേശു തന്റെ 3 ശിഷ്യന്മാരുമായി മരുരുപമലയിൽ, മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, മരുരുപമലയിൽ യേശു അല്പസമയം ചെലവഴിക്കേണ്ടതിന് കടന്നുപോയ ചരിത്രമാണ്. അവിടെ ഇരിക്കുമ്പോൾ താഴ്വാരത്ത് ബാക്കിയുള്ള ശിഷ്യന്മാർ 9 പേരുണ്ട്. അവരുടെ അടുക്കൽ ഒരു പിതാവ് തന്റെ മകനുമായി വന്നു. ആ മകന്റെ പ്രശ്നം എന്താണെന്നറിയാവോ? അവനെ ഒരു അശുദ്ധാത്മാവ് ബാധിച്ചിട്ട് ഊമനും ബധിരനുമാണ് അവൻ. അതല്ല മാത്രമല്ല അവന്റെ പ്രശ്നം, അവനെ പലപ്പോഴും ബാധിച്ച അശുദ്ധാത്മാവ് തീയിലും വെള്ളത്തിലും തള്ളിയിട്ടു. നിങ്ങൾക്കറിയാം, തീയിൽ ഒരാളെ തള്ളിയിട്ടാൽ എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന്റെ ദേഹം മുഴുവനും പൊള്ളൽ പാടുകൾ ഉണ്ടാകും. ഞാൻ ആ മനുഷ്യനെ, ആ ബാല്യക്കാരനെ സൂക്ഷിച്ചു നോക്കുമ്പോ എന്റെ വായനയിൽ ഞാൻ കാണുന്നു അവന്റെ ശരീരം മുഴുവൻ തീപ്പൊള്ളലേറ്റ പാടുകളാണ്. എന്താ കാര്യം? അകാലത്തിൽ അവന്റെ ജീവിത ദൗത്യത്തിൽ പൂർത്തീകരണത്തിലെത്തുന്നതിന് മുൻപ് ആ യൗവനക്കാരനെ തീയിലോ വെള്ളത്തിലോ തള്ളിയിട്ട് ആത്മഹത്യ എന്ന ഓമന പേരിലൂടെ അവന്റെ നിത്യതയെ ബാധിക്കുന്ന ഒരു നാശത്തിലേക്ക് അവനെ കൊണ്ടുവരാൻ അശുദ്ധ ശക്തികൾ ശ്രമിച്ചതിന്റെ അടയാളമാണ് അവന്റെ ശരീരം മുഴുവൻ. യേശുവിന്റെ അടുക്കൽ ആ ബാലനെ കൊണ്ടുവന്നു. എന്നിട്ട് അപ്പം പറയുന്ന ഒരു കാര്യമുണ്ട്. അശുദ്ധാത്മാവ് ബാധിച്ച് ബധിരനും മൂകനുമായി എന്റെ ഈ മകനുമായി ഞാൻ എല്ലായിടത്തും പോയി. സകല നേർച്ചപാത്രത്തിലും ഞാൻ നേർച്ചയിട്ടു, സകല സ്ഥലങ്ങളിലും തിരികെത്തിച്ചു, സകല തേങ്ങായി ഞാൻ ഉടച്ചു, സകല കർമ്മങ്ങളും ചെയ്തു, സകല നോമ്പും നോറ്റു, സകല കർത്തവ്യങ്ങളും ചെയ്തു. പക്ഷേ എന്റെ മകനെ ഇതുവരെ ഒരു സുബോധം വന്നിട്ടില്ല, ഒരു സൗഖ്യം വന്നിട്ടില്ല. ഹൃദയം പൊട്ടി അപ്പം പറയുന്ന ഒരു വാക്കുണ്ട്, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ദേശത്തോട് പറയാനുള്ള സദ്വാർത്ത എന്താണെന്നറിയാവോ? അറിവുള്ള മാർഗങ്ങൾ പലതും മാറി മാറി പരീക്ഷിച്ചിട്ടും കയ്യിലുള്ളത് മുഴുവൻ ചെലവഴിച്ചിട്ടും പോകാവുന്ന ഇടത്ത് മുഴുവൻ പോയിട്ടും വിളിക്കാവുന്ന മധ്യസ്ഥന്മാരെ മുഴുവൻ വിളിച്ചിട്ടും ഇന്നുവരെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് സമ്പൂർണ്ണ പരിഹാരം വരാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അവർക്ക് കഴിയാത്തത് കഴിയുന്ന ഒരുവൻ, മതത്തിന് കഴിയാത്തത്, മന്ത്രവാദത്തിന് കഴിയാത്തത്, മരുന്നിന് കഴിയാത്തത് ഇന്ന് രാത്രി സാധിക്കുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. യേശു ചോദിക്കുന്നു, നിന്നാൽ വല്ലതും കഴിയുമെങ്കിലെന്നോ? ബ്രിങ് ഹിം ടു മീ. അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. യേശു വാക്കാൽ വ്യാപരിച്ച അശുദ്ധാത്മാവിനെ അവനിൽ നിന്ന് പുറത്താക്കി. നിങ്ങൾക്കറിയാം സഹോദരങ്ങളെ, ക്ഷണനേരത്തിൽ ആ ബാല്യക്കാരൻ സുബോധമുള്ളവനായി. ഞാൻ പറയും, അന്ന് യേശുവിന്റെ അടുക്കൽ അവനെ കൊണ്ടുവന്ന് യേശു അവന് വിടുതൽ കൊടുത്തില്ലായിരുന്നെങ്കിൽ അവൻ അടുത്ത പ്രാവശ്യം തീയിൽ പിശാച് അവനെ തള്ളിയിട്ട് അവൻ തീരും. ജീവിത ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുമ്പ് അകാല മരണത്തിലൂടെ തലമുറകളോട് പോരാടുന്ന പൈശാചിക പോരുകളെ ഇന്ന് രാത്രി അധികാരമുള്ള അഭിഷക്തന്മാർ, ദൈവമക്കൾ ശാസിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ തലമുറ ലക്ഷ്യത്തിൽ എത്തരുതെന്ന്, ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ അവൻ വളരരുതെന്ന്, അവൻ ദൈവത്തിനും മനുഷ്യർക്കും കുടുംബത്തിനും പ്രയോജനപ്പെടരുതെന്ന് ചിന്തിച്ച് തലമുറകളുടെ മേൽ വ്യാപരിക്കുന്ന ദുഷ്ട ആത്മാവിനെ ഇന്ന് രാത്രി അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിന് മേൽ ജയമെടുക്കുകയാണ്. കാരണം കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. യേശുവിന്റെ നാമത്തിൽ ആ മകന്റെ മരണമെന്ന് മാറി. ഞങ്ങൾ പറയുന്നു, സുവിശേഷത്തിന്റെ മഹത്വം അതിന്റെ റിസൾട്ടാണ്. അതെവിടെ പ്രസംഗിക്കുന്നു അവിടെ പ്രസംഗിക്കപ്പെടുന്നിടത്ത് നടക്കുന്ന സംഭവം. അപ്പോസ്തലപ്രവൃത്തി 8-ാം വാക്യം കൂടെ പറഞ്ഞ് പല കാര്യങ്ങൾ ഓർപ്പിക്കാനുണ്ടെങ്കിലും ഞാൻ വേഗം എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. വളരെ സന്തോഷമുണ്ടായി. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം.
അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. എങ്ങനെ? ഏത് പട്ടണത്തിൽ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമായി. വിശദീകരിക്കാൻ സമയമെടുക്കേണ്ട ഒരു ഭാഗമാണെങ്കിലും ഞാൻ വേഗം എന്റെ വാക്കുകൾ പരിമിതപ്പെടുത്താം. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. എങ്ങനെയാണെന്നറിയാം? ഏത് പട്ടണത്തിലാണെന്നറിയാവോ? ശമരിയ പട്ടണത്തിൽ. ശമരിയ പട്ടണത്തിന്റെ പശ്ചാത്തലം വേദപുസ്തകം പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. സങ്കര ജനവർഗമായി തങ്ങൾ വന്ന പൂർവ്വകാല മതങ്ങളുടെ എല്ലാ വിശ്വാസങ്ങളെയും യഹൂദ മതവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ വിശ്വാസധാരയെ വളർത്തിയെടുത്ത ശമര്യക്കാർ, ആഭിചാരവും മന്ത്രവാദവും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായ ഒരു ജനത. ഈ അധ്യായം തന്നെ നിങ്ങൾ വായിച്ചാൽ അറിയാം. ദേശത്ത് ഒരുപാട് ആളുകൾ ഭൂതബാധിതരാണ്, ഒരുപാട് ആളുകൾ പാരലൈസ്ഡാണ്, അവർ പലരും പക്ഷപാത രോഗികൾ അനേകരുണ്ട്. ആ നാട് മുഴുവനും സേവിച്ചതിന്റെ അനന്തരഫലമെന്ന വണ്ണം തലമുറകളുടെ മേൽ മാരക രോഗങ്ങളും എഴുന്നേൽക്കാൻ കഴിയാത്ത ഒരു തലമുറ, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു തലമുറ വാഴുന്ന പട്ടണത്തിനകത്തേക്ക് സുവിശേഷവുമായി ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ ചെന്നു. അതാണ് അപ്പോസ്തലപ്രവൃത്തി 8 ചരിത്രം. ഫിലിപ്പോസ് അവിടെ ചെന്നിട്ട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത, യേശുവിനെ പ്രസംഗിക്കുന്നിടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും ഉണ്ട്. അത് സുവിശേഷത്തിന്റെ ഒരു ഭാഗമാണ്. അതല്ല പ്രധാനമെങ്കിലും ആത്മരക്ഷയോടുകൂടി ഇതോടെ ദൈവത്തിന്റെ ദാനമാണ്. അത് ശമരിയയിൽ സംഭവിച്ചു. മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും തടവിൽ ദീർഘവർഷങ്ങൾ ഭയവികലരായി കഴിഞ്ഞ ജനത മുഴുവനും ഫിലിപ്പോസ് പ്രസംഗിച്ച ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി. വാക്യം നിങ്ങൾ കണ്ടോ? സകല ആഭിചാര മന്ത്രതന്ത്രങ്ങളുടെയും നടുവിൽ ദേശത്തുണ്ടാകാതിരുന്ന സ്വസ്ഥത ക്രിസ്തു പ്രസംഗിക്കപ്പെട്ടപ്പോൾ ഉണ്ടായി. ഈ ദേശമേ അറിയുക, യേശുവിലൂടെ ഇതാണ് ദേശത്തിന് ദൈവം നൽകുന്നത്. ദേശത്ത് വലിയ സന്തോഷമുണ്ടായി, വലിയ സന്തോഷം. സുഹൃത്തെ, ഞാനത് പറയുമ്പോ ഈ സന്ദേശത്തിന് സ്വാധീനം നിങ്ങൾ അറിയണം. 2023 ഏപ്രിൽ 2 എനിക്ക് തോന്നുന്നു, ഡൽഹിക്കാരനായ ഒരു 22 വയസ്സുകാരൻ കേരളത്തിൽ വന്ന് കോഴിക്കോട് ഏലത്തൂര് ട്രെയിന് തീവച്ച ഒരു സംഭവം ഉണ്ടല്ലോ. ട്രെയിന് തീവച്ച സംഭവം ഓർക്കുന്നുണ്ടല്ലോ. അവനെ പോലീസ് പിടിച്ചു. ഒരു ഉദ്ദേശിച്ച പോലെ ഒത്തിരി പേരെ കൊല്ലാനൊത്തില്ല. 2-3 പേര് അതിന് അനന്തരഫലമായി മരിക്കുന്നുണ്ട്. ആ കേസ് വിസ്തരിച്ചപ്പോ അന്നത്തെ പത്രങ്ങൾ എഴുതി. പിന്നെ അതിനെക്കുറിച്ച് വലിയ വിവരമൊന്നും. അവനെ പോലീസ് പിടിച്ച് വിസ്തരിച്ചപ്പോ ഒരു കാര്യം അവൻ തുറന്നു പറഞ്ഞു. ഞാനിത് ചെയ്യാൻ പ്രേരണ, ഇന്ന് നമ്മുടെ രാജ്യത്ത് കാലുകുത്താൻ നിയമപരമായി അവകാശമില്ലാതെ അന്യനാട്ടിൽ ഭയന്നു കഴിയുന്ന ഒരു മതപ്രഭാഷകന്റെ പ്രഭാഷണമാണ് എന്നെ സ്വാധീനിച്ചതെന്ന്. ഞങ്ങൾ ഇന്ന് രാത്രി പറയുന്നു, ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം ഒരു ട്രെയിനും തീ വെക്കുന്നതല്ല, ഒരു വണ്ടിക്ക് കല്ലെറിയുന്നതല്ല. ഇവിടെ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം ഒരു വഴിയും തടയുന്നതല്ല, നാട്ടുകാരുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം വരുത്തുന്നതല്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം വിശ്വസിച്ചാൽ പ്രതികാരദാഹമുള്ളവൻ അത് ഉപേക്ഷിച്ച് കുഞ്ഞാടിനെ പോലെ മാറുന്ന മാർഗമാണിത്. മദ്യപാനത്തിൽ നിന്ന് മടങ്ങി വരുന്ന മാർഗമാണിത്. പ്രതികാരവാഞ്ചയോടെ ജീവിക്കുന്നവനിൽ രൂപാന്തരം വരുത്തുന്ന മാർഗമാണിത്. അത് തെളിയിച്ചില്ലേ ശമരിയ പട്ടണത്തിൽ വലിയ സന്തോഷം ഉണ്ടായി. ഇന്ന് രാത്രി വചനം ഞാൻ പറയുമ്പോൾ യേശു ചെന്ന വ്യക്തികളിൽ സന്തോഷം, കുടുംബത്തിൽ സന്തോഷം, സമൂഹത്തിൽ സന്തോഷം. യേശു അപ്പോസ്തലപ്രവൃത്തി 8:39 യേശു ജീവിതത്തിൽ ചെന്ന ഷണ്ണന്റെ ജീവിതത്തിൽ സന്തോഷം, വ്യക്തിപരമായ സന്തോഷം. അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ഹി വാസ് റിജോയിസിംഗ്. അവൻ സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി. അപ്പോസ്തലപ്രവൃത്തി 16:34 യേശു ചെന്ന കാരാഗ്രഹ പ്രമാണിയുടെ വീട്ടിനകത്ത് സന്തോഷം. യേശു ചെന്ന വീട്ടിനകത്ത് ആനന്ദം. അപ്പോസ്തലപ്രവൃത്തി 8:8 യേശു പ്രസംഗിക്കപ്പെട്ട പട്ടണത്തിൽ സന്തോഷം. ഇന്ന് രാത്രി നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ഈ സുവിശേഷത്തിന്റെ മഹത്വമെന്ന്? ഈ സുവിശേഷം, ഈ സന്ദേശം എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുന്നു അവിടെല്ലാം ജീവിതങ്ങൾ രൂപാന്തരപ്പെടും, ജീവിതങ്ങൾ രൂപാന്തരപ്പെടും. ഇന്ന് രാത്രി ഞാൻ എന്റെ ദേശനിവാസികളോട്, എന്റെ സ്നേഹിതരോട്, ഒരുപക്ഷെ എനിക്ക് നിങ്ങളെ ആരെയും മുഖപരിചയമില്ല, പക്ഷെ നിങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ ഒരു സുവിശേഷത്തിന്റെ വക്താവെന്ന നിലയിൽ
ദൈവം ഏൽപ്പിച്ച സന്ദേശവാഹകൻ എന്ന നിലയിൽ ഞാൻ ഇന്ന് രാത്രി ദേശത്തോട് പറയുന്നു, വ്യക്തി ജീവിതത്തിൽ സന്തോഷമില്ലാതെ മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട് അതിന് പിന്നാലെ മരീചിക തേടി ഓടുകയാണോ? ഈ രാത്രി ആ ഓട്ടം അവസാനിപ്പിച്ച് തിരിയുക യേശുവിലേക്ക്. യേശു വിളിക്കുന്ന അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എങ്കിലേക്ക് തിരുവി. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് രാത്രി നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകി ജീവിതത്തിന് ലക്ഷ്യബോധം തരാൻ യേശുവിടെയുണ്ട്. എന്തെല്ലാം ഉണ്ടെങ്കിലും സമാധാനമില്ലാത്ത കുടുംബാന്തരീക്ഷത്തിൽ നീറിപ്പുകയുന്ന ഏതെങ്കിലും ആളുകൾ എന്നെ കേൾക്കുന്നു. ഇന്ന് രാത്രി കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബത്തിൽ സന്തോഷം നൽകിയ യേശുവും അവിടുത്തെ സുവിശേഷവും നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുകയാണ്. എന്തെല്ലാം മതകർമ്മങ്ങൾ ചെയ്തിട്ടും ഒരു സ്വസ്ഥതയില്ല. നാട്ടിൽ ആർക്കും ഒരു സമാധാനവും. എല്ലാ വീട്ടിലും ആത്മഹത്യയും മാരക രോഗങ്ങളും തകർച്ചകളും. സമാധാനം നഷ്ടപ്പെട്ട ദേശം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ദേശത്തെ സമാധാനം വരുത്തുന്ന സന്ദേശമാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന സുവിശേഷം. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എല്ലാവർക്കും ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. വിസ്താരഭയത്താൽ ഞാനിവിടെ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ചില ജീവിതങ്ങളോട് ഇന്ന് രാത്രി കർത്താവ് സംസാരിക്കുകയാണ്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഒന്ന് അടയ്ക്കാമോ? സ്നേഹിതരെ, ഈ രാത്രി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷം ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നിങ്ങളുടെ വികാരങ്ങളെ കീഴ്പ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്കൊരു പാരഡിയുടെയും കോമഡിയുടെയും സന്ദേശമല്ല ഞാൻ ഈ രാത്രി പങ്കുവച്ചത്. ഗൗരവമായ ഒരു സന്ദേശം. ജീവനും മരണത്തിനുമിടയിൽ പിടയുന്ന മല്ലുപിടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി മരിക്കേണ്ടതിനെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, നിന്റെ തകർന്ന ജീവിതത്തെ പണിയാൻ അവന് കഴിയുമെന്ന്, ഉടഞ്ഞുപോയ കുടുംബ ബന്ധങ്ങളെ നേരെയാക്കാൻ അവന് കഴിയുമെന്ന്, നിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഒരു സ്വസ്ഥത തരാൻ അവന് കഴിയുമെന്ന് ദൈവവചനത്തിന്റെ നിർമ്മല സത്യം ഞാൻ ദേശത്തോട് വിളിച്ചു പറഞ്ഞു. അതിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നിനക്ക് വേണ്ടി അവൻ സ്വർഗമഹമേറ്റ് ഇറങ്ങി വന്ന് 33 തിരുവയസ്സിൽ ഹീനം വനുചരണമെടുത്ത് ക്രൂശ് മരണം സഹിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നിന്റെ രക്ഷകനും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ടേറ്റ് പറയണം. ഞങ്ങളുടെയൊക്കെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ സത്യം ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഞങ്ങളിത് നിങ്ങളോട് അറിയിക്കുന്നു. ദേശമേ, ഇതുവരെ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ യേശുവിനെ സ്വന്തം രക്ഷകനെ കർത്താവുമായി സ്വീകരിച്ച് ഒരു മാനസാന്തരാനുഭവത്തിലേക്ക്, ഒരു വീണ്ടും ജനനാനുഭവത്തിലേക്ക് ഇതുവരെ വരാത്ത ആരെങ്കിലും ആളുകൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ നാളെ ഒരു സുവിശേഷ സന്ദേശം കേൾക്കാൻ അവസരമുണ്ടോ നമുക്കറിഞ്ഞുകൂടാ. ശാസ്ത്രം നമ്മോട് പറയുന്നു, നാം കാലുറപ്പിച്ചു നിൽക്കുന്ന ഈ ഭൂമി നമ്മുടെ കാൽക്കീഴെ ശാശ്വതമല്ല. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുകയാണ്. അത് വല്ലാതെ ഉലയുകയാണ്. അതിന് നിൽപ്പാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചകൾക്കപ്പുറത്ത് നമ്മൾ കണ്ടു ബാങ്കോക്കിലും മ്യാൻമറിലും നടന്ന ഭൂകമ്പം. 30 നില കെട്ടിടങ്ങളെ ഒറ്റ നിമിഷം കൊണ്ട് വിഴുങ്ങിയ ഭൂമി നമ്മുടെ കാൽക്കീഴെ ശാശ്വതമല്ലെന്ന് തിരിച്ചറിയുക. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ദേശത്തിന് സുവിശേഷം കേൾക്കാൻ ദൈവം ഒരവസരം നൽകി. ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം. ഇന്ന് രാത്രി സ്നേഹിത, നിന്റെ ജീവിതം യേശുവിനെ സമർപ്പിക്കാൻ ഇതൊരു സുവർണാവസരമാണ്. ഇന്ന് വരെ യേശുവിനെ ജീവിതത്തിന്റെ രക്ഷകരും കർത്താവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു സുവിശേഷകൻ എന്ന നിലയിൽ എന്റെ ദൗത്യം നിങ്ങളോട് നിവർത്തിക്കുന്നു. ആർക്കെങ്കിലും ഈ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ആവശ്യബോധം തോന്നുന്നെങ്കിൽ, നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങളുടെ പശ്ചാത്തലം എന്തുമാകട്ടെ, സാമ്പത്തിക ഭൗതിക സ്ഥിതികൾ എന്തുമാകട്ടെ, മതപരമായ പശ്ചാത്തലം ഏതുമാകട്ടെ, ഇതൊന്നും ഇവിടെ വിഷയമല്ല. ദൈവം മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഇന്ന് രാത്രി യേശുവിലൂടെ എനിക്കൊരു പുതിയ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, രക്ഷകനും നാഥനും കർത്താവുമായി എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് അവിടുന്ന് വരണമെന്ന് പറയാൻ സന്തോഷമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നിങ്ങളായിരിക്കുന്ന ഇടത്ത കരങ്ങളെ ഉയർത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഈ വെളിച്ചത്തിന്റെ മണ്ണും സാഹചര്യത്തിലല്ല, ഇരുളിന്റെ മറവിൽ വിദൂരതകളിൽ വീടുകളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു, എനിക്ക് നിങ്ങളെ കാണാൻ ഒക്കുന്നില്ലെങ്കിലും നിങ്ങളെ കാണുന്ന ഒരു കണ്ണ് നിങ്ങളുടെ അടുക്കലുണ്ട്. ആ യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചവൻ, നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയവൻ, നിങ്ങൾക്ക് വേണ്ടി മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവൻ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നു. നിങ്ങളുടെ വാക്കുകൾ, തീരുമാനങ്ങൾ അവൻ കാതോർക്കുന്നു. ഇന്ന് രാത്രി യെശുവേ, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. ഞാൻ അങ്ങേ എന്റെ രക്ഷകനെ കർത്താവുമായി സ്വീകരിക്കുന്നു. മരണത്തിനപ്പുറത്തുള്ള നിത്യജീവനിലേക്ക് എന്നെ കരം പിടിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. അങ്ങന്റെ
ജീവിതത്തിൽ ജീവനായകനായി, രക്ഷാനായകനായി കർത്താവേ അവിടുന്ന് കടന്നു വരണമേ എന്ന് പറയാൻ മനസ്സുള്ളവർ എന്നോട് ചേർന്നൊരു വാക്ക് പ്രാർത്ഥിച്ചാട്ട്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ദേശത്തോടും ദൈവത്തിന്റെ ജീവനുള്ള വചനം, ക്രിസ്തുവിന്റെ മഹത്വമുള്ള സുവിശേഷം വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് ലഭിച്ച അവസരത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയും. ഈ ദേശനിവാസികൾക്കായി നന്ദി. ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കാൻ അവർ കാണിച്ച മനസ്സിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് നിമിത്തം തന്നെ ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. വിശേഷിച്ച പലയിടങ്ങളിൽ നിന്ന് ഇവിടെ കൂടി വന്ന എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും അവരുടെ ശുശ്രൂഷകളെയും ജീവിതങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. വിശേഷിച്ച് ഈ യോഗത്തിന്റെ സംഘാടകരായ കർത്തൃദാസന്മാരെ, പാസ്റ്റർ ഷിജു വർഗീസിനെ തന്റെ കുടുംബത്തെ ഓർക്കുന്നു, പാസ്റ്റർ സെബാസ്റ്റ്യനെ തന്റെ ജീവനെ ഓർക്കുന്നു. അവരുടെ പ്രയത്നങ്ങളെ ദൈവം ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്നല്ലോ. അനേകർക്ക് അവർ ഇനിയും ഒരു അനുഗ്രഹമായി തീരട്ടെ. നാഥ, അവിടുത്തെ സഭയെ ചേർക്കാൻ മടങ്ങി വരുന്നതിന് മുൻപ് ഈ പ്രദേശങ്ങളിൽ നിന്ന് സുവിശേഷത്തിന്റെ ശബ്ദത്താൽ ചിലർ കൂടെ ദൈവരാജ്യത്തിന്റെ അവകാശികളായി മാറാൻ അവിടുന്ന് കരുണ ചെയ്യണമേ. ആരെങ്കിലും ആളുകൾ അവരവരായിരിക്കുന്ന ഇടത്ത് പരിമിതികളുടെ നടുവിൽ യേശുവുമായി ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചവരുണ്ടെങ്കിൽ ഈ രാത്രി അവരെ കരം പിടിച്ച് അവിടുത്തെ സ്നേഹം കൊണ്ട് പൊതിയണമേ. പാപക്ഷമ നൽകണമേ കർത്താവ്. നിത്യരക്ഷയുടെ ഉറപ്പ് അവർക്ക് നൽകണമേ. പുത്രത്വത്തിന്റെ ബോധ്യം അവരുടെ ഉള്ളിൽ ആത്മാവിനാൽ അവിടുന്ന് നൽകണമേ. ഞങ്ങൾ ഈ ദേശത്തെയും ദേശനിവാസികളെയും യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷകൾക്ക് ഭാഗമാകാൻ എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട പാസ്റ്റർ സെബാസ്റ്റ്യനോടും പാസ്റ്റർ ഷിജു വർഗീസിനോടും എന്റെ നന്ദി, സ്നേഹം അറിയിക്കുന്നു. എന്നെ സശ്രദ്ധം ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. ഗോഡ് ബ്ലെസ് യു ഓൾ.